السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ ക്ലാസ് റൂം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അതിമനോഹരമായ ഒരു ക്ലാസ്സാണ് നമ്മളിപ്പോൾ കേട്ടുകഴിഞ്ഞത്. മർകസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പാൽ KM അബ്ദുൽ ഖാദർ മാസ്റ്റർ വളരെ നല്ല രൂപത്തിൽ നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ തന്നു കഴിഞ്ഞു. കേരളത്തിലെ അറിയപ്പെട്ട ട്രെയിനറും അധ്യാപകനുമായ ഖാദർ മാസ്റ്റർ വിസ്ഡം സിവിൽ സർവീസ് കോച്ചിങ് ഡയറക്ടർ കൂടിയാണ്. വളരെ തിരക്ക് പിടിച്ച ഷെഡ്യൂളിനിടയിൽ അൽഹംദുലില്ലാ വളരെ നല്ല ക്ലാസ് നമുക്ക് എടുത്തു കഴിഞ്ഞു. ഇനി എന്റെ ഊഴമാണ്. ഇൻഷാ അല്ലാഹ് ചോദ്യങ്ങൾ നമുക്ക് ക്ലാസിന്റെ അവസാന ഭാഗത്ത് ചോദിക്കാം. അത് ഏത് ചോദ്യമാണെങ്കിലും കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് ഉപരിപഠനവുമായി ബന്ധപ്പെട്ട നമ്മുടെ കുട്ടികളുടെ, വിദ്യാർത്ഥികളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട ഏത് ചോദ്യവും ഇൻഷാ അല്ലാഹ് നമുക്ക് അഡ്രസ് ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ 12ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഒരു പ്രത്യേക പരിപാടിയാണ് ഈ കരിയർ ഗൈഡൻസ് പ്രോഗ്രാം. നമുക്കറിയാം, ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ നമ്മുടെ മുസ്ലിം വീടകങ്ങളിലേക്കും പ്രവാസി സുഹൃത്തുക്കളുടെ മനസ്സിലേക്കും കടന്നു കയറിയാണ് KMC ഒരു വലിയ വൈജ്ഞാനിക വിപ്ലവം 12 വർഷം കൊണ്ട് ഇവിടെ ഉണ്ടാക്കിയെടുത്തത്. അൽഹംദുലില്ലാ. ഇതിന്റെ തുടക്കകാലം മുതലുള്ള ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അണിയറ ശില്പികൾക്ക്, ഇതിന്റെ മുഴുവൻ ശ്രോതാക്കളുടെയും പ്രതിനിധി എന്ന നിലയിൽ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഈ ഒരു ക്ലാസ്സിന് ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒരേ സമയം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നമ്മുടെ ക്ലാസ് കേൾക്കുന്നുണ്ട്. പലപ്പോഴും വലിയ സ്ട്രെങ്ത് ഉള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഇത്തരം കരിയർ ഗൈഡൻസ് ക്ലാസ് എടുക്കുമ്പോൾ ഒന്നുകിൽ വിദ്യാർത്ഥികളായിരിക്കും കൂടുതൽ അത്തരം വേദികളിൽ ഉണ്ടാവുക. അൽഹംദുലില്ലാ, ഇപ്പോൾ 2 വിഭാഗം, അതായത് ഒരു വിദ്യാർത്ഥിയെ രൂപപ്പെടുത്തുന്നതിൽ വളരെയധികം പങ്കുവഹിക്കുന്ന രക്ഷിതാക്കൾ കൂടി ഇത് കേൾക്കുന്നുണ്ട് എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അബ്ദുൽ ഖാദർ മാസ്റ്ററും അതുപോലെ മുരളീധരൻ സാറും ഒക്കെ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളത് പ്രധാനമായും 2 കാര്യങ്ങളാണ്. ഒന്ന്, അടുത്ത കോഴ്സ് ഏതാണ് തിരഞ്ഞെടുക്കുക. രണ്ടാമത്തത്, ആ കോഴ്സ് ഞാൻ എവിടെയാണ് പഠിക്കുക. ഈ 2 ചോദ്യങ്ങളാണ് ഒരു പക്ഷേ 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ 12ാം ക്ലാസ് കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഡിഗ്രി കഴിഞ്ഞ, PG കഴിഞ്ഞ ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഈ 2 ചോദ്യങ്ങൾ. അടുത്ത കോഴ്സ് ഞാൻ ഏതാണ് തിരഞ്ഞെടുക്കുക, അതുപോലെ തന്നെ ഞാൻ എവിടെയാണ് ഉപരിപഠനം നടത്തുക. ഈ 2 ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തമായ ആൻസറുകൾ കിട്ടിയാൽ, വിശദമായ നല്ലൊരു ക്ലാരിറ്റി കിട്ടിയാൽ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക ഇല്ലാതാക്കാൻ നമുക്ക് കഴിയും.
വിദ്യാർത്ഥിക്കും കഴിയും, അതുപോലെ ആ വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾക്കും കഴിയും. ഇതിനെക്കുറിച്ചുള്ള ആശങ്ക തീരാത്തത് കൊണ്ടാണ് ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാവുന്നത്. നമുക്കറിയാം, ഈ ഒരു ആശങ്ക തീർക്കുക, ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യത്തിൽ വേണ്ടിയിട്ടാണ് ഇത്തരം ക്ലാസ്സുകളൊക്കെ നമ്മൾ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഭാവിയിൽ നിനക്ക് ആരാവാനാണ് താല്പര്യം എന്നൊരു ചോദ്യം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഏതൊരു ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിലും ഭാവിയിൽ നിനക്ക് ആരാവാനാണ് താല്പര്യം എന്നൊരു ചോദ്യം ഒരുപക്ഷെ രക്ഷിതാക്കളോ കൂട്ടുകാരോ അതുപോലെ അധ്യാപകരോ നമ്മുടെ ബന്ധുക്കളോ തുടങ്ങി പല ആളുകളും പല സന്ദർഭങ്ങളിലായി നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അതേസമയം 10ാം ക്ലാസ് കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ 12ാം ക്ലാസ് കഴിഞ്ഞിട്ടും ഈവൻ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് പോലും ആ ഒരു ചോദ്യത്തിന്റെ വ്യക്തമായ ഒരു ഉത്തരം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ചില കാര്യങ്ങളൊക്കെ നമ്മുടെ അബ്ദുൽ ഖാദർ മാസ്റ്റർ വളരെ വിശദമായി ഇവിടെ വിശദീകരിച്ചും കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, അടുത്ത കോഴ്സ് ഏതാണ് തിരഞ്ഞെടുക്കുക എന്നതിനെ കുറിച്ചുള്ള വിശദമായ ഒരു വ്യക്തത നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ ആശങ്കകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിന് ആദ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കറിയാം, ഒരു കോഴ്സ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാധാരണയിൽ നമുക്കറിയാം, 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി എന്റെ കൂട്ടുകാരൊക്കെ ചേരുന്ന ഒരു സ്കൂളിൽ പോയി ചേരാറുണ്ട്. അത് ഏത് കോഴ്സും ആവട്ടെ, അവരുടെ ഫ്രണ്ട്ഷിപ്പ് വീണ്ടും എനിക്ക് 1-2 വർഷം കൂടി അവരുടെ കൂടെ തന്നെ ഉള്ള ഒരു സൗഹൃദം പങ്കിട്ട് പഠന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ഒരു നിയത്തോടു കൂടി ചില വിദ്യാർത്ഥികൾ ചില കോഴ്സുകൾക്ക് ചേരാറുണ്ട്. അതേസമയം നേരത്തെ മാഷ് പറഞ്ഞതുപോലെ പരമ്പരാഗതമായി വീട്ടിൽ നമ്മുടെ പേരൻസ് ഒക്കെ പറഞ്ഞുറപ്പിച്ച ചില കോഴ്സുകൾ, ഒരുപക്ഷെ 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് വിദ്യാർത്ഥി എന്ത് ചെയ്തിട്ടുണ്ടാവും, സ്റ്റെതസ്കോപ്പ് ഒക്കെ ചെവിയിൽ വെച്ചിട്ട് ഇങ്ങനെ അഭിനയിച്ച് കാണിച്ചിട്ടുണ്ടാവും. അപ്പം ഡോക്ടറാണ്, അതല്ല എഞ്ചിനീയർ ആണ്, അധ്യാപകനാണ്, അല്ലെങ്കിൽ എന്റെ മകൻ ഇന്ന ആളാവണമെന്ന് പേരൻസ് പണ്ട് മുതലേ പറഞ്ഞുറപ്പിച്ച ആ ഒരു ഡിസിഷന്റെ തുടർന്ന് ചില കോഴ്സുകൾ വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കാറുണ്ട്. വേറെ ചില വിദ്യാർത്ഥികൾ നല്ല പേയ്മെന്റ് കിട്ടുന്ന ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് നല്ല ഹൈ സാലറി കിട്ടും എന്നൊരു ലക്ഷ്യത്തോടു കൂടി ചില കോഴ്സുകൾക്ക് ചേരാറുണ്ട്. ഇങ്ങനെ ഇതൊന്നുമില്ലാതെയും ഒരു പർപ്പസും ഇല്ലാതെയും ഇന്റൻഷൻ ഇല്ലാതെയും ചില ആളുകൾ ചില കോഴ്സുകൾക്ക് ചേരാറുണ്ട്. ഇങ്ങനെ പല വിധത്തിലാണ് അല്ലെങ്കിൽ പല കാര്യങ്ങളാണ് ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾ പൊതുവെ പരിഗണിക്കാറുള്ളത്. എന്നാൽ ഞാൻ പറയുന്നത് 4 കാര്യങ്ങളാണ് ഒരു പുതിയ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ പരിഗണിക്കേണ്ടത്. ഈ 4 കാര്യങ്ങൾ പരിഗണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സ് സെലക്ഷൻ കംപ്ലീറ്റ് ആയി. ഈ 4 കാര്യങ്ങൾ പരിഗണിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു കോഴ്സും നമ്മൾ സെലക്ട് ചെയ്യാൻ പാടില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിദ്യാർത്ഥിയുടെ അഭിരുചിയാണ്. പലപ്പോഴും നമുക്കറിയാം, അഭിരുചിയെ കുറിച്ച് മുൻപ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായി കേട്ടു. വിദ്യാർത്ഥിക്ക് താല്പര്യമുള്ള, അവന് അല്ലെങ്കിൽ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫീൽഡിലുള്ള ഒരു കോഴ്സാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. 10ാം ക്ലാസ് കഴിഞ്ഞാലും +2 കഴിഞ്ഞാലും ഡിഗ്രി കഴിഞ്ഞാലും എല്ലാം അടുത്ത ഒരു കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട കാര്യം ആ കോഴ്സ് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥിയുടെ താല്പര്യത്തിനനുസരിച്ച് ഒരു കോഴ്സാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നമുക്കറിയാം, പലപ്പോഴും
ഈ ഒരു കാര്യം വിസ്മരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് നമ്മുടെയൊക്കെ വീടുകളിൽ, നമ്മുടെയൊക്കെ കുട്ടികളുടെ ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ കാണാറുള്ളത്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ചില സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ അത് നമ്മുടെ ഭാവിയെ നിർണയിക്കാറുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞ സമയം, അതുപോലെ +2 എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞ സമയം, ഇത്തരം പ്രധാനപ്പെട്ട സമയങ്ങളിൽ നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ ഭാവിയിൽ നമ്മൾ ആരാവും എന്ന ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തെ നിർണായകമായി ബാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട സമയത്ത് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ. അതിലൊന്ന് ഞാൻ പറഞ്ഞു, അഭിരുചി, ആപ്റ്റിറ്റ്യൂഡ് എന്നാണ് നമ്മൾ അതിന് പറയാം. അതിനെക്കുറിച്ച് അൽഹംദുലില്ലാഹ് വളരെ വിശദമായി നമ്മൾ കേട്ട് കഴിഞ്ഞു. അതിന്റെ വിശദീകരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഈ കോഴ്സ് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥിയുടെ അഭിരുചി പരിഗണിക്കാതെ ഒരു കോഴ്സും നമ്മൾ സെലക്ട് ചെയ്യാൻ പാടില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരുടെ അഭിരുചി എന്നതാണ്. പലപ്പോഴും നമുക്കറിയാം, അത് ഒരിക്കലും പേരൻസിന്റെ അഭിരുചി ആയിരിക്കരുത്. അതുപോലെ തന്നെ വിദ്യാർത്ഥിയുടെ കൂട്ടുകാരുടെ അഭിരുചി ആയിരിക്കരുത്. അവനോട് താല്പര്യമുള്ള അധ്യാപകരുടെയോ അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ അഭിരുചി ആയിരിക്കരുത് നമ്മൾ പരിഗണിക്കേണ്ട ആപ്റ്റിറ്റ്യൂഡ്. അത് വളരെ പ്രധാനപ്പെട്ടത്. ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്ന് വിശദമായി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടു കഴിഞ്ഞു. വിദ്യാർത്ഥിയുടെ താല്പര്യവും അവന്റെ കത്തിണങ്ങിയ ഒരു പ്രത്യേക പോയിന്റിൽ വെച്ചിട്ടാണ് നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത്. അതാണ് നമ്മൾ അഭിരുചി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതായിരുന്നാലും കോഴ്സിന് ചേരുന്ന വിദ്യാർത്ഥിയുടെ അഭിരുചിക്കനുസരിച്ച് ഒരു കോഴ്സാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. രണ്ടാമത്തെ കാര്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. രണ്ടാമത്തെ കാര്യം സ്കോപ്പ് ഓഫ് ദി കോഴ്സ് ആണ്. നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്ന കോഴ്സിന് വിശാലമായ സാധ്യതകൾ ഉണ്ടായിരിക്കണം. പലപ്പോഴും നമുക്കറിയാം, പല ആളുകളും സ്കോപ്പ് ഉണ്ട് എന്ന് പറയുക അല്ലാതെ എന്താണ് ആ ചേരാൻ പോകുന്ന കോഴ്സിന്റെ സ്കോപ്പ് എന്നതിനെ കുറിച്ച് ഒരു അവ്യക്തമായ ഒരു ധാരണ വെച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും കോഴ്സുകൾക്ക് ചേരാറുള്ളത്. ഇപ്പോ നമുക്കറിയാം, 10ാം ക്ലാസ് കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ ഹയർ സെക്കൻഡറിക്ക് നമ്മൾ ചേരുന്ന സമയത്ത് 3 സ്ട്രീമിൽ വ്യക്തമായ ഒരു ആൻസർ അവർക്ക് അറിയില്ല. അത് പലപ്പോഴും നമ്മുടെയൊക്കെ വിദ്യാഭ്യാസ അനുഭവത്തിൽ നിന്ന് തെളിഞ്ഞ ഒരു കാര്യം കൂടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, സ്കോപ്പിനെ കുറിച്ചുള്ള വിശദമായ ഒരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം എന്നതാണ്. ഇപ്പൊ സ്കോപ്പിനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് വിധത്തിലുള്ള സ്കോപ്പുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ഏത് കോഴ്സ് സെലക്ട് ചെയ്യുകയാണെങ്കിലും, 10ാം ക്ലാസ് കഴിഞ്ഞാലും +2 കഴിഞ്ഞാലും ഏത് കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിലും ആ കോഴ്സിന് 2 വിധത്തിലുള്ള സ്കോപ്പുകൾ ഉണ്ടായിരിക്കും. ഒന്നാമത്തത് ഉപരിപഠന സാധ്യത. ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത കോഴ്സുകൾ, ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം തുടർന്ന് പഠിക്കാവുന്ന കോഴ്സുകൾക്കാണ് നമ്മൾ ഉപരിപഠന സാധ്യത അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസ് സ്കോപ്പ് എന്ന് പറയുന്നത്. അതായത് +2 കൊമേഴ്സ് കഴിഞ്ഞാൽ, സയൻസ് കഴിഞ്ഞാൽ, ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞാൽ എനിക്ക് എടുക്കാവുന്ന കോഴ്സുകൾ, എനിക്ക് ഉപരിപഠനം നടത്താവുന്ന കോഴ്സുകൾ ഇന്ന കോഴ്സുകളാണ് എന്ന് വളരെ വ്യക്തമായി എണ്ണി പറയാൻ നമുക്ക് പറ്റണം. പലപ്പോഴും ഇങ്ങനെ എണ്ണി പറയാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കാറില്ല. ഏറ്റവും ചുരുങ്ങിയത് 5 ഫീൽഡുകൾ, ഈ കോഴ്സ് കഴിഞ്ഞാൽ അടുത്ത കോഴ്സിന് എനിക്ക് ചേരാൻ പറ്റുന്ന 5 കോഴ്സുകൾ ഒരു സ്റ്റുഡന്റിന് എണ്ണി പറയാൻ പറ്റണം. 1 by 1 ആയിട്ട് ഏറ്റവും ചുരുങ്ങിയത് 5 എണ്ണം നമുക്ക് എണ്ണി പറയാൻ പറ്റണം. അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ദയവ് ചെയ്ത് ആ കോഴ്സിന് ചേരരുത്. മറ്റൊരു സ്കോപ്പിന്റെ മറ്റൊരു വശം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്, അതായത് ജോലി സാധ്യത. അപ്പൊ ഏത് കോഴ്സ് എടുത്താലും അതിന്റെയും ഏറ്റവും ചുരുങ്ങിയത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5 ജോലി സാധ്യതകൾ എണ്ണി പറയാൻ നമുക്ക് പറ്റണം. അങ്ങനെ ഏറ്റവും ചുരുങ്ങിയത് ടോട്ടൽ, അതായത് ഉപരിപഠന സാധ്യതയും അതുപോലെ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ജോലി സാധ്യതയും, ഈ 2 സാധ്യതകളും 5 വീതം. അപ്പോൾ 10 സ്കോപ്പുകൾ വളരെ വ്യക്തമായി എണ്ണി പറയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കോഴ്സ് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ
5 ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് അറിയില്ല. അതായത് ഈ കോഴ്സ് കഴിഞ്ഞാൽ എനിക്ക് കയറി പറ്റാവുന്ന ജോലികൾ ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ഇടാൻ നമുക്ക് പറ്റുന്നില്ലേ? 5 എണ്ണം ഏറ്റവും ചുരുങ്ങിയത് പറയാൻ നമുക്ക് പറ്റുന്നില്ലേ? നമ്മൾ ആ കോഴ്സിന് ചേരേണ്ടതില്ല. അപ്പോൾ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഏറ്റവും ചുരുങ്ങിയത് 5 ഉപരിപഠന സാധ്യതകൾ, അതുപോലെ ഈ കോഴ്സിന്റെ ഇപ്പോൾ തെരഞ്ഞെടുക്കാൻ പോകുന്ന കോഴ്സിന്റെ 5 ജോലി സാധ്യതകൾ നമ്മൾ വളരെ വ്യക്തമായി വിദ്യാർത്ഥിയും രക്ഷിതാക്കളും, പലപ്പോഴും പ്രവാസികളൊക്കെ ആയിട്ടുള്ള രക്ഷിതാക്കൾക്ക് ജോലി ഭാരം കൊണ്ട് നമുക്കറിയാം, അള്ളാഹു എല്ലാവരുടെയും ജോലി റാഹത്തിലും സന്തോഷത്തിലുമാക്കി തരുമാറാവട്ടെ. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രവാസികളുടെ ജോലികൾക്കെല്ലാം അള്ളാഹു റാഹത്തും സന്തോഷവും നൽകുമാറാവട്ടെ. വളരെ കഷ്ടപ്പെട്ടാണ് രക്ഷിതാക്കൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത്. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സ്കോപ്പിനെ കുറിച്ച് കേവലം വിദ്യാർത്ഥി അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന സ്റ്റുഡന്റ് മാത്രം അറിഞ്ഞിരുന്നാൽ പോരാ. നമ്മുടെ രക്ഷിതാക്കളും എന്റെ വിദ്യാർത്ഥി അല്ലെങ്കിൽ എന്റെ കുട്ടി ചേരാൻ പോകുന്ന കോഴ്സിന്റെ 5 ഉപരിപഠന സാധ്യതകൾ, 5 ജോലി സാധ്യതകൾ വളരെ വ്യക്തമായി അറിഞ്ഞിരിക്കണം. പലപ്പോഴും 95% വിദ്യാർത്ഥികളും, കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളും ഈ ഒരു സ്കോപ്പിനെ കുറിച്ച് അജ്ഞരാണ്. അവര് പല ഭാഗത്തു നിന്നും ഇതിന് സ്കോപ്പ് ഉണ്ട്, ഇപ്പോഴത്തെ ട്രെൻഡ് ഇതാണെന്നൊക്കെ പറയുക അല്ലെങ്കിൽ കേൾക്കുക എന്നല്ലാതെ എന്താണ് അത് എന്നതിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി അവർക്ക് കിട്ടുന്നില്ല. അപ്പൊ സ്വാഭാവികമായും എല്ലാവരും ചേരുന്ന കോഴ്സുകൾ നോക്കി അല്ലെങ്കിൽ പല ആളുകളുടെയും അഭിപ്രായങ്ങളൊക്കെ മാനിച്ച് അങ്ങോട്ട് ഒരു കോഴ്സിന് ചേരും. എന്നിട്ട് എന്തൊക്കെയോ പഠിക്കും. അവസാനം 2 വർഷം 3 വർഷം പഠിച്ച് കഴിഞ്ഞിട്ടാണ് ചിന്തിക്കുന്നത്, +2 കൊമേഴ്സ് കഴിഞ്ഞ് എനിക്ക് ഇനിയിപ്പോ ഏതാ കോഴ്സ് എടുക്കാൻ പറ്റുക, അതുപോലെ തന്നെ BA എക്കണോമിക്സ് ഞാൻ ഇപ്പം കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ ഞാൻ എന്താ പഠിക്കുക. ആ ഒരു ചിന്ത വരുന്നത് കോഴ്സ് കഴിയുമ്പോഴാണ്. അത് വലിയൊരു വിഡ്ഢിത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ചില സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ചിന്തകൾ നടത്തേണ്ടത് കോഴ്സ് കഴിഞ്ഞിട്ടല്ല. വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതായത് നമ്മളൊരു കോഴ്സിന് ചേരുന്നതിന് മുമ്പ് തന്നെ അതിന്റെ 10 സ്കോപ്പുകൾ, ഏറ്റവും ചുരുങ്ങിയതാണ് ഞാൻ പറഞ്ഞത്, ഏത് കോഴ്സ് എടുക്കുകയാണെങ്കിലും എത്ര സ്കോപ്പില്ല എന്ന് പറയുന്ന കോഴ്സ് എടുത്താലും ഏറ്റവും ചുരുങ്ങിയത് 5 ഉപരിപഠന സാധ്യതകൾ അതിനുണ്ടായിരിക്കും, ഒരു 5 ജോലി സാധ്യതകളും അതിനുണ്ടായിരിക്കും. അപ്പൊ അത് വളരെ വിശാലമായ രൂപത്തിലുള്ള ഒരു ലിസ്റ്റ് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒരു ചോദ്യമുണ്ട്. എന്താണ് ഉസ്താദെ, ഇത് പറഞ്ഞതൊക്കെ ശരിയാണ്, 5 ജോലി സാധ്യത നമ്മൾ കണ്ടെത്താം, അതുപോലെ 5 ഉപരിപഠന സാധ്യതകളൊക്കെ നമ്മൾ കണ്ടെത്താം. പക്ഷെ അത് എങ്ങനെയാണ് കണ്ടെത്താം? എങ്ങനെയാണ് നമ്മൾ ചേരാൻ പോകുന്ന, നമ്മൾ ഉദ്ദേശിക്കുന്ന കോഴ്സിന്റെ 5 ഉപരിപഠന സാധ്യതകൾ അല്ലെങ്കിൽ അതിന്റെ ജോലി സാധ്യതകൾ നമ്മൾ എങ്ങനെ കണ്ടെത്തും? അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വളരെ ഏത് കോഴ്സ് ആണെങ്കിലും, എനി കോഴ്സ്, അത് പ്രൊഫഷണൽ കോഴ്സ് ആവട്ടെ, അതല്ലാത്ത റെഗുലർ കോഴ്സുകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിലുള്ള കോഴ്സ് ആവട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ ഹ്യൂമാനിറ്റീസിനൊക്കെ വളരെ വിശാലമായ സ്കോപ്പ് ഉണ്ട്. ഞാൻ അതിലേക്കൊക്കെ വരാം. ഒരു സ്കോപ്പ്, അതായത് ഒരു കോഴ്സിന്റെ സ്കോപ്പ് നമ്മൾ കണ്ടെത്തേണ്ടത് ആദ്യമായി അന്വേഷിക്കേണ്ടത് അധ്യാപകരോടാണ്. ഇപ്പോ +1 കൊമേഴ്സ് എടുക്കാൻ തീരുമാനിച്ച ഒരാൾ, അല്ലെങ്കിൽ +2 കഴിഞ്ഞതിന് ശേഷം BA ഇംഗ്ലീഷോ അല്ലെങ്കിൽ BSc ബോട്ടണിയോ ഒക്കെ എടുക്കാൻ ഉദ്ദേശിച്ച ഒരാള്, അതിന്റെ സ്കോപ്പിനെ കുറിച്ച് ആദ്യം അന്വേഷിക്കേണ്ടത് ആ വിഷയം പഠിപ്പിക്കുന്ന അധ്യാപകർ. ഒരുപക്ഷെ നമ്മളെ പഠിപ്പിച്ചവരെ തന്നെയാവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂളിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാവാം. അവരോട് വിശദമായി നമ്മൾ ചർച്ച ചെയ്യണം. പിന്നെ നമ്മൾ സമീപിക്കേണ്ടത് ഈ കോഴ്സുകൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ വിദ്യാർത്ഥികൾ. എഞ്ചിനീയറിംഗ് പഠിക്കണം, അപ്പോ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് പഠിക്കേണ്ടതെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഓൾറെഡി കഴിഞ്ഞ വിദ്യാർത്ഥികളോട് വിശദമായി അന്വേഷിക്കണം. എന്തൊക്കെയാണ് ഇതിന്റെ, നിങ്ങളിപ്പോ 2, 3, 4 വർഷം പഠിച്ചല്ലോ, എന്തൊക്കെയാണ് ഇതിന്റെ സ്കോപ്പ് എന്ന് നമ്മൾ വിശദമായി അന്വേഷിക്കണം. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ കരിയർ ഗൈഡൻസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എക്സ്പേർട്സ്, വിദഗ്ധരായിട്ടുള്ള ആളുകളുമായി വിശദമായ ഒരു അന്വേഷണം നടത്തുന്നതിലൂടെ മാത്രമേ നമുക്ക് സ്കോപ്പ് കണ്ടെത്താൻ കഴിയൂ. അതല്ലാതെ ആരും നമ്മുടെ വീട്ടിൽ വന്ന് അല്ലെങ്കിൽ നമ്മുടെ റൂമിൽ നിന്ന് പറഞ്ഞു തരില്ല ഇതാണ് ഇതിന്റെ സ്കോപ്പ് എന്ന്. അപ്പൊ നമ്മൾ അതിന്റെ പിന്നാലെ, നമ്മൾ പല വിഷയത്തിലും നമുക്കറിയാം, നമ്മളൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ, പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ അതിൽ വളരെ മിടുക്കന്മാരാണ്. ഒരു കാര്യം അന്വേഷിച്ച് കണ്ടെത്താൻ നമ്മൾ തീരുമാനിച്ചാൽ നമ്മൾ അത് കണ്ടെത്തും.
പക്ഷെ വിദ്യാർത്ഥികളുടെ കാര്യത്തില് അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഇത്രയും കൂടുതൽ താല്പര്യം ഉണ്ടായിട്ടും പല രക്ഷിതാക്കളും പരിപൂർണമായ ഒരു രൂപത്തിൽ, അതായത് ഇപ്പൊ ഞാൻ നേരത്തെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞു, ഒരു 5 വീതം സ്കോപ്പിനെ കുറിച്ച് ഒരു അന്വേഷണം നമ്മൾ നടത്തിയിരിക്കണം. അപ്പൊ വിദ്യാർത്ഥിക്കും അത് അറിഞ്ഞിരിക്കണം, രക്ഷിതാവിനും അത് അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ 2 രൂപത്തിലുള്ള വിശാലമായ സ്കോപ്പിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ കോഴ്സിന് ചേരാവുന്നതാണ്. ഇനി അറിഞ്ഞിട്ടില്ലേ എങ്കിൽ ആ കോഴ്സിന് നമ്മൾ ചേരേണ്ടതില്ല. അപ്പോൾ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്, വിദ്യാർത്ഥിയുടെ അഭിരുചി, അത് നമ്മൾ പരിഗണിച്ച് ഒരു കോഴ്സ് സെലക്ട് ചെയ്യുക. അതേസമയം ആ കോഴ്സിന് വിശാലമായ സ്കോപ്പ് ഉണ്ടായിരിക്കണം. അതും ഞാൻ വളരെ ചുരുങ്ങിയ വാക്കുകളിലായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ പരിഗണിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 4 കാര്യങ്ങളിൽ മൂന്നാമത്തത് ഫൈനാൻസ് ആണ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എ മജോറിറ്റി ഓഫ് സ്റ്റുഡൻസ്. ഫൈനാൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫൈനാൻസ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫീസ് ഓഫ് ദി കോഴ്സ് ആണ്. നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്ന കോഴ്സിന്റെ ഫീ ആണ്. ഇപ്പൊ നമുക്കറിയാം, പല വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും ഫീസ് ഒരു പ്രശ്നമാവാറുണ്ട്. നമുക്കറിയാം, ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആണെങ്കിൽ, ഒരു സാധാരണ സാമ്പത്തിക ചുറ്റുപാടുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ, ഒരു ഫാമിലി ചുറ്റുപാടുള്ള ആളാണെങ്കിൽ പലപ്പോഴും ഫീസ് കൊടുക്കാനില്ലാത്തതിന്റെ അല്ലെങ്കിൽ എവിടുന്നെങ്കിലൊക്കെ ഒപ്പിക്കേണ്ടതിന്റെ ഒരു അനിവാര്യത കടന്നു വരാറുണ്ട്. പലപ്പോഴും നമ്മുടെ ഉപ്പമാരൊക്കെ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ആയാലും വളരെ കഷ്ടപ്പെട്ട് ആ ഫീ കണ്ടെത്തുന്ന ആളുകളാണ് മഹാഭൂരിപക്ഷം വീടുകളിലും ഉള്ളത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഫൈനാൻസ്. ഈ ഫൈനാൻസ് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണം. അത് രക്ഷിതാക്കൾ മാത്രമല്ല, വളരെ കഷ്ടപ്പെട്ട് നമ്മളെ പഠിപ്പിക്കുന്ന പേരൻസിന്റെ, മാതാപിതാക്കളുടെ ആ ഒരു വിയർപ്പിന്റെ വാല്യൂ അത് മനസ്സിലാക്കിക്കൊണ്ട് വിദ്യാർത്ഥികളും ഈ കാര്യം വളരെ വിശദമായി അറിയേണ്ടതുണ്ട്. കാരണം പലപ്പോഴും ഞാനൊരു ഉദാഹരണം പറയാം. വളരെ ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ്, നമ്മുടെ മകന് അല്ലെങ്കിൽ മകൾക്ക് ഏറ്റവും താല്പര്യം ആ ഫീൽഡിലാണ്, അല്ലെങ്കിൽ അവന്റെ കഴിവ് ആ ഫീൽഡിലാണ്. അതിനാണ് നമ്മൾ അഭിരുചി എന്ന് പറയുക. അപ്പോ ഒരു വിദ്യാർത്ഥിയുടെ അഭിരുചിക്കിണങ്ങിയ കോഴ്സ്, ആ കോഴ്സിനാണെങ്കിൽ സാധ്യതയുണ്ട്. ആ കോഴ്സിന്റെ സ്കോപ്പ് വളരെ വിശാലമാണ്. ഏത് രൂപത്തിലേക്കും ഏത് വിധത്തിലും നല്ല ജോലികളിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യം ആ കോഴ്സിനുണ്ട്. അപ്പൊ ഈ ഒരു പ്രത്യേക സാഹചര്യം, നല്ല താല്പര്യമുള്ള കോഴ്സാണ്, അതുപോലെ തന്നെ ആ കോഴ്സിനാണെങ്കിൽ വിശാലമായ സ്കോപ്പുമുണ്ട്. പക്ഷെ ആ കോഴ്സിന് ചേരണമെങ്കിൽ വലിയ ഫീസ് കൊടുക്കണം. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഫീ കൊടുക്കാനില്ലെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു 500 രൂപയൊക്കെ ഒപ്പിക്കാൻ പറ്റുന്ന ഒരു വിദ്യാർത്ഥിയാണെന്ന് വിചാരിക്കുക. ഒരു ഉദാഹരണം പറയാം, വളരെ നമുക്കൊക്കെ മനസ്സിലാവുന്ന ഒരു ഉദാഹരണം. എങ്ങനെ ശ്രമിച്ചാലും ഒരു 500 രൂപയൊക്കെ ഒപ്പിക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തിക ചുറ്റുപാടുള്ള ഫാമിലിയുള്ള ഒരു വിദ്യാർത്ഥിയാണ്. പക്ഷെ അവന് ഏറ്റവും താല്പര്യമുള്ള ഒരു കോഴ്സിന് ചേരണമെങ്കിൽ 1 ലക്ഷം രൂപ ഫീ കൊടുക്കണം. ആ കോഴ്സിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശാലമായ സ്കോപ്പുമുണ്ട്. പക്ഷെ ഫീ കൊടുക്കാന് കയ്യിൽ ഇപ്പം എന്റെ ഉപ്പാന്റെ കയ്യിൽ എന്തില്ല, ക്യാഷ് ഇല്ല. അപ്പൊ ഈ ഒരു സാഹചര്യം വരുമ്പോൾ എന്താണ് ഏത് തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ടത്? അപ്പൊ ഈ ഒരു ചോദ്യം നമ്മൾ പലപ്പോഴും നമ്മുടെ കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളിലൊക്കെ വിദ്യാർത്ഥികളോട് ചോദിക്കാറുണ്ട്. അതായത് നമുക്ക് 500 രൂപ നമ്മുടെ കയ്യിലുണ്ട്, 1 ലക്ഷം രൂപ ഫീ കൊടുക്കണം, അങ്ങനെയാണെങ്കിൽ ആ കോഴ്സിൽ നമുക്ക് ചേരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന സമയത്ത്, ഒരു 10 വർഷം മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ എല്ലാ വിദ്യാർത്ഥികളും പറയും, ഇല്ല നമുക്ക് ചേരാൻ പറ്റൂല, കാരണം എന്താണ്, നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ല. പക്ഷെ ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികളോട് ചോദിക്കുമ്പോൾ ഒരു മഹാഭൂരിപക്ഷം വിദ്യാർത്ഥികളും പറയുന്ന ആൻസർ യെസ്, നമുക്ക് ചേരാൻ പറ്റും എന്നാണ്. അപ്പൊ അൽഹംദുലില്ലാഹ് കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അപ്പൊ ഞാൻ അത്തരം വിദ്യാർത്ഥികളോട്, യെസ് പറയുന്ന വിദ്യാർത്ഥികളോട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് നിങ്ങൾക്ക് ആ കോഴ്സിന് ചേരാൻ പറ്റുക? നിങ്ങളുടെ കയ്യിൽ വളരെ കുറഞ്ഞ ക്യാഷ് ഉള്ളത്, വലിയ ഫീ കൊടുക്കണം, 500 രൂപയുണ്ട്, 1 ലക്ഷം രൂപ ഫീ കൊടുക്കണം. പക്ഷെ നിങ്ങൾ പറയുന്നു ആ കോഴ്സിന് എനിക്ക് ചേരാൻ പറ്റും. എങ്കിൽ എങ്ങനെയാണ് ആ കോഴ്സിന് ചേരാൻ പറ്റുക എന്ന് ഞാൻ വിദ്യാർത്ഥികളോട് തിരിച്ചു ചോദിക്കുന്ന സമയത്ത് ഒരു വലിയ വിഭാഗം വിദ്യാർത്ഥികളും പറയുന്ന ആൻസർ, ഞങ്ങൾ ബാങ്കിൽ നിന്ന് വിദ്യാഭ്യാസ ലോൺ എടുക്കും. ബാങ്ക് ലോൺ, സ്റ്റുഡൻസ് ലോൺ എന്നൊക്കെ പേരിൽ കിട്ടുന്ന, കൊമേഴ്ഷ്യൽ ബാങ്കുകൾ നൽകുന്ന
വിദ്യാഭ്യാസ ലോൺ എടുക്കുമെന്ന് പല വിദ്യാർത്ഥികളും പറയാറുണ്ട്. അപ്പൊ എന്റെ ശബ്ദം ശ്രവിക്കുന്ന രക്ഷിതാക്കളും വിദ്യാർത്ഥികളും എല്ലാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ഫീസ് ഒരു പ്രശ്നമാവുന്ന സമയത്ത്, ഉപരിപഠന സമയത്ത് നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ മകന് അല്ലെങ്കിൽ മകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോഴ്സാണ്, അതുപോലെ അവന്റെ അഭിരുചിക്ക് അല്ലെങ്കിൽ അവളുടെ കഴിവിന്, സ്കില്ലിനും അതുപോലെ തന്നെ ഇഷ്ടത്തിനും ഒക്കെ അനുസരിച്ചുള്ള ഒരു കോഴ്സാണ്, നല്ല സ്കോപ്പ് ഉണ്ട്. പക്ഷെ ഫീസ് ഒരു പ്രശ്നമാവുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മൾ ബാങ്ക് ലോണിന് ശ്രമം നടത്തരുത്. അതിന് രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന് മതപരമായ കാരണം, നമുക്കെല്ലാവർക്കും അറിയാം പലിശ അത് വാങ്ങലും കൊടുക്കലും ഹറാമാണ്, വളരെ വലിയ കുറ്റം കിട്ടുന്ന ശിക്ഷ ലഭിക്കുന്ന ഖുർആനിലും അതുപോലെ തന്നെ ഹദീസിലും അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, നമുക്കെല്ലാവർക്കും അതറിയാം. അപ്പം പലിശ കൊടുക്കൽ ഹറാമാണ് എന്ന് വിശ്വസിക്കുന്ന നമ്മളൊക്കെ വിദ്യാർത്ഥിക്ക് പഠിക്കാൻ ഫീസ് കൊടുക്കാൻ പ്രത്യേക ഒരു സാഹചര്യം കൊണ്ട് കഴിയില്ല എന്നൊരു ഘട്ടം വരുമ്പോൾ നമ്മൾ ബാങ്ക് ലോൺ എടുത്ത് പഠനം മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു 3 വർഷത്തെ കോഴ്സ് ആണെങ്കിൽ ആ 3 വർഷവും എന്ത് ചെയ്യുന്നു, ആ വിദ്യാർത്ഥിയും ഹറാമ് ചെയ്യുന്നു, പേരന്റും ഹറാമ് ചെയ്യുന്നു എന്നാണ് അതിന്റെ ലളിതമായ അർത്ഥം. അപ്പൊ മതപരമായ ഒരു കാരണം, നമ്മള് ആഖിറത്തിൽ പോയാൽ എന്തായാലും അതിന് കുറ്റം കിട്ടും. 3 വർഷം നമ്മൾ പലിശ അടച്ചു എന്നതിന്റെ വലിയൊരു കുറ്റം നമുക്ക് കിട്ടും. ദുനിയാവിൽ ആ കോഴ്സ് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരവും ബർക്കത്തും നമുക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. മറ്റൊരു കാരണം, ബാങ്ക് ലോൺ എടുക്കണ്ട എന്ന് പറഞ്ഞതിന്റെ സാമ്പത്തിക ശാസ്ത്ര കാരണം, നമ്മളൊരു എക്കണോമിക്സിലാണ് ഞാൻ ഗ്രാജുവേഷൻ ചെയ്തത്, അപ്പോൾ കുറച്ചുകൂടി ആധികാരികമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതായത് അതിന്റെ സാമ്പത്തിക ശാസ്ത്ര വിശദീകരണം ഇതാണ്: ലോകത്തെ ഒരു ബാങ്കും വിദ്യാർത്ഥികളെ നന്നാക്കാൻ നടക്കുന്നില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇന്ത്യയിലെ കൊമേഴ്ഷ്യൽ ബാങ്കുകളാണ് ബാങ്ക് ലോണുകൾ, അതായത് വിദ്യാഭ്യാസ ലോണുകൾ, എഡ്യൂക്കേഷൻ ലോണുകൾ അനുവദിക്കുന്നത്. ഈ ബാങ്കുകളിൽ ഒരു ബാങ്കും വിദ്യാർത്ഥികളെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല പ്രവർത്തിക്കുന്നത്. വിദ്യാർത്ഥികളൊക്കെ എന്ത് ചെയ്തോട്ടെ, കുറെ പഠിച്ചോട്ടെ, അല്ലെങ്കിൽ അവർ ഒരുപാട് നേട്ടങ്ങളൊക്കെ കൈവരിച്ചോട്ടെ എന്നൊരു നിയ്യത്തല്ല ഈ ലോണുകൾക്ക് പിന്നിലുള്ളത്. ഏതെങ്കിലും ഒരു ബാങ്ക് നിങ്ങൾക്ക് ബാങ്ക് ലോൺ അനുവദിക്കുന്നുണ്ടെങ്കിൽ ആ ബാങ്ക് നിങ്ങളിൽ നിന്ന് അതിനേക്കാൾ വലുത് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോ നമ്മൾ വെറുതെ എന്ത് ചെയ്യേണ്ടതില്ല, തല വെച്ചു കൊടുക്കേണ്ടതില്ല. നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇന്ത്യയില് എഡ്യൂക്കേഷൻ ലോൺ എടുത്തുകൊണ്ട് പഠിച്ച വിദ്യാർത്ഥികളുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ആര്? ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന CSDS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്റലക്ച്വൽ തിങ്ക് ടാങ്ക് ആണ്. അവർ ഇതിനെക്കുറിച്ച് വിശദമായ പഠനം നടത്തിയിട്ടുണ്ട്. ആ പഠനത്തിൽ പറയുന്നത് ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ ലോൺ അനുവദിക്കാൻ തുടങ്ങിയിട്ട് 15, മാക്സിമം പോയാൽ 20 വർഷമായിട്ടുള്ളൂ. അപ്പൊ ഈ കാലയളവിനുള്ളിൽ വിദ്യാഭ്യാസ ലോൺ എടുത്തുകൊണ്ട് ഉപരിപഠനം നടത്തിയ വിദ്യാർത്ഥികൾ, അവരിൽ 86% വിദ്യാർത്ഥികളും തങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരുന്നു? ആ പഠനകാലത്ത് എടുത്തിരുന്ന ബാങ്ക് ലോൺ തിരിച്ചടയ്ക്കാനുള്ള പ്രയാസം. ആ ഒരു സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു ഈ വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കതാണ്, നമുക്ക് ഉയർന്ന ഫീ കൊടുക്കണം, നമ്മുടെ കയ്യിൽ ഇല്ല എങ്കിൽ നമ്മൾ ഒരിക്കലും ബാങ്ക് ലോണിന് ശ്രമം നടത്തേണ്ടതില്ല. അതേസമയം ഞാൻ പറയുന്നു, നിങ്ങൾ 500 രൂപക്കാരനാണ്, 500 രൂപയെ നിങ്ങളെ കയ്യിൽ ഒപ്പിക്കാനുള്ളൂ, 1 ലക്ഷം രൂപ ഫീ കൊടുക്കണം എങ്കിൽ പോലും ഞാൻ പറയുന്നു, നിങ്ങൾ ആ കോഴ്സിന് തന്നെ ചേരണം. എങ്ങനെ ചേരും? കയ്യിൽ ക്യാഷ് ഇല്ല, ബാങ്ക് ലോൺ ആണെങ്കിൽ ഹറാമാണ്, അതിന്റെ സാമ്പത്തിക ശാസ്ത്ര വിശദീകരണം നമ്മൾ കേട്ടും കഴിഞ്ഞു. പിന്നെ എങ്ങനെ നേടും? ആ കോഴ്സിൽ നമ്മൾ എങ്ങനെ ചേരും? അതിന് ഒരുപാട് മാർഗങ്ങൾ ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്, ഒരുപാട് മാർഗങ്ങൾ. ഫസ്റ്റ് സ്കോളർഷിപ്പുകളാണ്. സ്കോളർഷിപ്പുകൾ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ അവഗണിക്കുന്ന അല്ലെങ്കിൽ നിസാരമായി തള്ളിക്കളയുന്ന ഒരു വലിയ കാര്യമാണ്. പലപ്പോഴും നമുക്കറിയാം, ഇന്ത്യയിൽ അറിയപ്പെട്ടപ്പോ ഒരുപാട് ആളുകൾ, ഞാൻ അതിനെക്കുറിച്ച് റിസാല വാരികയിൽ വലിയൊരു 3 ലക്കം തുടർച്ചയായി സ്കോളർഷിപ്പുകളുടെ പെരുമഴക്കാലം എന്ന പേരിൽ വിശദമായി എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു പഠനത്തിൽ ഞാൻ കണ്ട ഒരു വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ നിന്നുള്ള ഒരു മുസ്ലിം വിദ്യാർത്ഥിക്ക് നേടിയെടുക്കാവുന്ന സ്കോളർഷിപ്പുകളുടെ എണ്ണം 500 ആണ്. ഏറ്റവും ചുരുങ്ങിയത് 500 സ്കോളർഷിപ്പുകൾ നേടിയെടുക്കാൻ പറ്റും.
അത് ഏറ്റവും വളരെ ചുരുങ്ങിയ രൂപത്തിൽ അതിന്റെ വിശദീകരണം risalaonline.com എന്ന റിസാലയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഡയറക്ഷൻ എന്ന ലിങ്കിലുണ്ട്. അപ്പൊ അതിന്റെ ഏറ്റവും ചെറിയൊരു വിശദീകരണം ഞാൻ പറയാം. ഗവൺമെന്റിന്റെ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരുപാട് സ്കോളർഷിപ്പുകൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. നമുക്കറിയാം കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ന്യൂനപക്ഷ വിഭാഗം എന്താ പറയാ മൈനോറിറ്റി അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഒരുപാട് സ്കോളർഷിപ്പുകൾ നൽകുന്നുണ്ട്. അതുകൂടാതെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ സ്കോളർഷിപ്പുകൾ കൂടാതെ സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലും ഒരുപാട് സ്കോളർഷിപ്പുകൾ മുസ്ലിം വിദ്യാർത്ഥികൾക്കായിട്ട് കൊടുക്കുന്നുണ്ട്. സർക്കാർ തലത്തിൽ നിന്നല്ലാതെ NGOകൾ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് നടത്തുന്ന നിരവധി സ്കോളർഷിപ്പുകളും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഇതിനു പുറമെ സാമുദായിക സംഘടനകൾ നടത്തുന്ന അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന നിരവധി സ്കോളർഷിപ്പുകൾ മുസ്ലിം സമുദായത്തിനുള്ളിൽ തന്നെ 7-8ഓളം ഗ്രൂപ്പുകളിലായിട്ട് നിരവധി സ്കോളർഷിപ്പുകൾ കൊടുക്കുന്നുണ്ട്. അതിൽ കേരളത്തിലൊക്കെ ഏറ്റവും മികച്ച ഒരു സ്കോളർഷിപ്പാണ് SSFന്റെ വിസ്ഡം സ്കോളർഷിപ്പ് എന്ന പേരിൽ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വർഷം തോറും അവരുടെ മുഴുവൻ ഫീസും എടുത്തുകൊണ്ട് SSFന്റെ സംസ്ഥാന കമ്മിറ്റി വിദേശത്തുള്ള RSUമായി സഹകരിച്ചു കൊടുക്കുന്ന സ്കോളർഷിപ്പ് വളരെ അറിയപ്പെട്ട അല്ലെങ്കിൽ കേരളത്തിലെ മൊത്തം സ്കോളർഷിപ്പുകൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല നിലവാരമുള്ള ഒരു സ്കോളർഷിപ്പാണ് SSFന്റെ വിസ്ഡം സ്കോളർഷിപ്പ്. അത് ഒരു സാമുദായിക സംഘടന കൊടുക്കുന്ന സ്കോളർഷിപ്പിന്റെ ഒരു ഉദാഹരണമാണ്. ഇതിനു കൂടാതെ ഒരുപാട് പണക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ സോഷ്യൽ ഇനീഷ്യേറ്റീവ്സിന്റെ ഭാഗമായി സാമൂഹിക സേവനത്തിന്റെ ഒക്കെ ഭാഗമായി സ്കോളർഷിപ്പുകൾ കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ അസീം പ്രേംജി നമുക്കറിയാം വിപ്രോയുടെ ചെയർമാനാണ്. അസീം പ്രേംജി ഫൗണ്ടേഷൻ എന്ന പേരിൽ അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് ഫീസ് കൊടുക്കാൻ കഴിയില്ല, നല്ല കഴിവുണ്ട്, താല്പര്യമുണ്ട്, അങ്ങനത്തെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ കൊടുക്കുന്നുണ്ട്. ഇനി ആഗോളതലത്തിൽ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ബിൽഗേറ്റ്സ് നമുക്കറിയാം ഒരുപാട് കാലം ലോകത്തെ തന്നെ ഏറ്റവും വലിയ പണക്കാരനായിരുന്ന ബിൽഗേറ്റ്സ് തന്റെ ബിൽഗേറ്റ്സ് ആൻഡ് മെലിൻഡ ഫൗണ്ടേഷൻ ഒരു സന്നദ്ധ സംഘടനയാണ് ബിൽഗേറ്റ്സ് നടത്തുന്നത്. അദ്ദേഹത്തിന്റെ വൈഫും കൂടി നടത്തുന്നത്. അപ്പോൾ ഈ ഒരു സംഘടനയും ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ എണ്ണാൻ തുടങ്ങിയാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 100 കണക്കിന് സ്കോളർഷിപ്പുകൾ നമ്മുടെ മുന്നിലുണ്ട്. ആരും ട്രൈ ചെയ്യുന്നില്ല. ഒരു പരിതാപകരമായ ഒരു അവസ്ഥ. ഒരു ഫാക്ട് കൂടി ഞാൻ പറയാം. കഴിഞ്ഞ 2013 ഫെബ്രുവരിയിൽ വന്നൊരു റിപ്പോർട്ടാണ്. ലക്നൗ, ഉത്തർപ്രദേശിലെ ലക്നൗ കേന്ദ്രീകരിച്ച് വന്നൊരു റിപ്പോർട്ട്. അതായത് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള സ്കോളർഷിപ്പുകൾ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് വേണ്ടി സർക്കാർ അനുവദിക്കുന്ന സ്കോളർഷിപ്പുകൾ എന്തുകൊണ്ട് പാഴായി പോകുന്നു, വേസ്റ്റ് ആയി പോകുന്നു എന്നതാണ് ആ പഠനം. ആ പഠനത്തിൽ പറയുന്ന ഒരു കാര്യം, അതിന്റെ ഒരു കാരണം ആയിട്ട് പറയുന്നത് മുസ്ലിം വിദ്യാർത്ഥികള് സ്കോളർഷിപ്പുകൾക്ക് അപ്ലൈ ചെയ്യുന്നില്ല. അപ്പൊ അപ്ലൈ ചെയ്യാത്ത ആളുകൾക്ക് എങ്ങനെയാണ് സ്കോളർഷിപ്പ് കൊടുക്കുക, ഗവൺമെന്റ് എങ്ങനെയാണ് സ്കോളർഷിപ്പ് കൊടുക്കുക? അപ്പൊ ആ ഒരു വലിയൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞാനൊരു ചെറിയൊരു ഉദാഹരണം കൂടി ഇതിനു വേണ്ടി പറയാം. അതായത് സ്കോളർഷിപ്പുകൾ അല്ലെങ്കിൽ ഫൈനാൻസ് ഫീസ്, നമ്മൾ ചേരാൻ ഉദ്ദേശിക്കുന്ന കോഴ്സിന്റെ ഫീസ് ഒരു പ്രശ്നമാവുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു ഉദാഹരണമാണിത്. ഒരു മുഹമ്മദ് മുനീബ്, കുറ്റ്യാടി, കോഴിക്കോട് ജില്ലയിൽ കുറ്റ്യാടിയിലാണ് മുനീബിന്റെ വീട്. അപ്പൊ ഈ മുനീബ് എന്റെ കൂടെ ഒരു 8 വർഷത്തോളം പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്. അപ്പൊ വിദ്യാർത്ഥി എക്കണോമിക്സിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞ സമയത്ത്, ഡിഗ്രി കഴിഞ്ഞ സമയത്ത് മുനീബിന് ഏറ്റവും ഇഷ്ടമുള്ള കോഴ്സ് എവിടെയാണുള്ളത്? അത് അന്നത്തെ ഏറ്റവും നല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി ആയിരുന്ന കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലാണ് നമ്മുടെ മുഹമ്മദ് മുനീബിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കോഴ്സ് ഉള്ളത്. മുനീബ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി, സാധാരണ സാമ്പത്തിക ചുറ്റുപാടുള്ള ഒരു സ്റ്റുഡന്റ് ആണ്. പക്ഷെ ഒരു ഇന്ത്യയിൽ നിന്ന് കാംബ്രിഡ്ജിൽ പോയി ഒരു കോഴ്സ് ചെയ്യണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 15 ലക്ഷം രൂപ വേണം. അപ്പൊ മുനീബ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ വളരെ സാധാരണ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു സ്റ്റുഡന്റ്. മുനീബ് എന്ത് ചെയ്തില്ല? അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മുനീബ് ഏതെങ്കിലും ഒരു ചെറിയ കോഴ്സ് അല്ലെങ്കിൽ ഫീസ് കുറഞ്ഞ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തില്ല. മുനീബ് എന്ത് ചെയ്തു? ആ ഒരു വലിയ ലക്ഷ്യവുമായി മുന്നോട്ട് പോയി. അവന് അപ്ലൈ ചെയ്യാവുന്ന മാക്സിമം സ്കോളർഷിപ്പുകൾ അവൻ നേടിയെടുത്തു. ബാക്കിയുള്ള സംഘടനാ നേതാക്കളെ കണ്ടു, അതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ കൊണ്ട് സംസാരിച്ചു. ചുരുങ്ങിയത് 4 മാസം കൊണ്ട് കാംബ്രിഡ്ജിൽ എത്തി. ഇന്ന് മുനീബുള്ളത് ലോകപ്രശസ്തനായിട്ടുള്ള ഡോക്ടർ അബ്ദുൽ ഹക്കീം മുറാദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാംബ്രിഡ്ജ് പ്രൊഫസറുടെ കീഴിൽ ഗവേഷണത്തിലാണ് നമ്മുടെ മുനീബ്. ഞാൻ പറയുന്നത് ഈ ഒരു അവസ്ഥ വരുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു ഫീസ് കുറഞ്ഞു എന്നതിന്റെ കാരണം കൊണ്ട് ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല.
കുട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ, വിദ്യാർത്ഥിക്ക് അതിനുള്ള കഴിവുമുണ്ടെങ്കിൽ, ആ കോഴ്സിന് നല്ല സ്കോപ്പും ഉണ്ടെങ്കിൽ ഫീസ് അതിന്റെ പിന്നാലെ വന്നോളും എന്നൊരു നിയ്യത്താണ് നമുക്ക് വേണ്ടത്. നമുക്കറിയാം ഖുർആനിലെ സൂറത്തുൽ അൻഫാൽ 8-ാമത്തെ സൂറത്തിന്റെ 2-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അടുത്ത അടിമകളുടെ 5 സ്വഭാവങ്ങളിൽ ഒന്ന് വഅല റബ്ബിഹിം യതവക്കലൂൻ, എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ. അതേസമയം ഹദീസിലുണ്ട്, നമുക്കറിയാം പ്രശസ്തമായ ഒരു ഹദീസ് എന്താണ്, നിങ്ങൾ ട്രസ്റ്റ് അള്ളാഹ് ബട്ട് നോട്ട് യുവർ ക്യാമൽ, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കണം, പക്ഷെ നിങ്ങളുടെ ഒട്ടകത്തെ നിങ്ങൾ കെട്ടിയിടുകയും വേണം. അപ്പൊ ആ ഹദീസിലുള്ളത് പോലെ നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുക, അതേസമയം മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് രക്ഷിതാക്കൾ ഈ കാര്യം വളരെ നന്നായി ശ്രദ്ധിക്കുക. അപ്പോ ഫൈനാൻസ്, 3-ാമത്തെ കാര്യം ഞാൻ ചുരുക്കുകയാണ്. ഫൈനാൻസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. 4-ാമത്തെ ഒരു കാര്യം, നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട 4-ാമത്തെ കാര്യം നമ്മുടെ കൾച്ചറാണ്, നമ്മുടെ സംസ്കാരം. സംസ്കാരം എന്ന് പറയുന്നത് നമുക്കറിയാം, സംസ്കാരത്തിന്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ലേൺഡ് ബിഹേവിയർ, നമ്മൾ പഠിച്ചെടുക്കുന്ന സ്വഭാവത്തിനെയാണ് നമ്മൾ സംസ്കാരം എന്ന് വിളിക്കുന്നത്. നമ്മുടെ മകൻ എന്തു ചെയ്യുന്നു, 5 നേരവും അടുത്തുള്ള പള്ളിയിൽ തന്നെ പോയി ഇമാമോടുകൂടി ജമാഅത്തായിട്ട് 5 വക്ത് നിസ്കരിക്കുന്നു. അപ്പൊ അത് അവൻ പഠിച്ചെടുക്കുന്ന ഒരു സ്വഭാവമാണ്, അതാണ് അവന്റെ കൾച്ചർ. അപ്പൊ ആ ഒരു രൂപത്തിൽ നമ്മുടെ എല്ലാ മക്കളെയും അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് സംസ്കാരത്തിന്റെ വിശദീകരണമല്ല, മറിച്ച് നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു കൾച്ചർ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. അതിന്റെ ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ മദ്യം വിളമ്പാൻ പോവരുത്. അതാണ് അതിന്റെ പെട്ടെന്ന് മനസ്സിലാകാനുള്ള ഒരു ഉദാഹരണം. അതായത് നമുക്കറിയാം മദ്യപിക്കരുത്, അത് ഹറാമാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. അപ്പൊ നമ്മള് മക്കള് ഏതെങ്കിലും ഒരു അതായത് ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് എടുത്ത് മദ്യം വിളമ്പാൻ വേണ്ടി പോകരുത്. ഹോട്ടൽ മാനേജ്മെന്റ് ചീത്ത കോഴ്സാണ് എന്ന് നമുക്ക് അഭിപ്രായമില്ല, അതിനെക്കുറിച്ച് പുതിയതൊക്കെ റിസാലയിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഏത് കോഴ്സ് ആണെങ്കിലും ആ കോഴ്സ് എടുത്തു കഴിഞ്ഞതിന് ശേഷം, അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ജോലി, നമ്മുടെ ജോലിയിലെ സാഹചര്യം ഒന്നും നമ്മളെ സ്വയം ചോദ്യം ചെയ്യുന്ന രൂപത്തിലാവരുത്. നമ്മൾ വിശ്വസിച്ച് വരുന്ന നമ്മുടെ മതവിശ്വാസത്തെയോ നമ്മുടെ ആചാരത്തെയോ നമ്മുടെ കർമ്മങ്ങളെയോ ഒക്കെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലാണോ നമുക്ക് കിട്ടുന്ന ജോലി ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കോഴ്സ് വേണ്ട. ആ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഈ 4 കാര്യങ്ങൾ ഈ കോഴ്സ് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയുടെ അഭിരുചി, അതുപോലെ തന്നെ ആ കോഴ്സിന്റെ സ്കോപ്പ്, അത് ഉപരിപഠനവുമായി ബന്ധപ്പെട്ട 5 സ്കോപ്പുകളും അതുപോലെ ജോലി സാധ്യതകളുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ചുരുങ്ങിയതാണ്, 5 എന്ന് ലിമിറ്റ് ഇല്ല, ഏറ്റവും ചുരുങ്ങിയത് അത്രയെങ്കിലും നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ആ 10 സ്കോപ്പുകൾ, അതുപോലെ ഫൈനാൻസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ വിശദീകരിച്ചു, അതുപോലെ നമ്മുടെ സംസ്കാരം. ഈ 4 കാര്യങ്ങളും പരിഗണിച്ചാണ് നമ്മൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഏകദേശം എല്ലാവർക്കും ഒരു ഓവറോൾ ഐഡിയ കിട്ടിക്കഴിഞ്ഞു. ഈ കാര്യങ്ങൾ പരിഗണിക്കാതെ നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു കോഴ്സും നമ്മുടെ ജീവിതത്തിൽ സെലക്ട് ചെയ്യരുത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം, ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പരിഗണിച്ചു, അങ്ങനെ അവസാനം ഏറ്റവും താല്പര്യമുള്ള ഫീൽഡിൽ ലഭ്യമായിരിക്കുന്ന നല്ല സ്കോപ്പുള്ള നമ്മളെ കൾച്ചറിനൊക്കെ ബാധിക്കാത്ത രൂപത്തിലുള്ള നല്ല കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം എവിടെയാണ് പഠിക്കേണ്ടത് എന്നതാണ്. നമുക്കറിയാം അതേ കോഴ്സ് പഠിപ്പിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. എവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്? ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. നമ്മൾ പഠിക്കേണ്ടത്, ഇപ്പോ പല വിദ്യാർത്ഥികളും വീടിന്റെ തൊട്ടടുത്തുള്ള സ്കൂള് അവിടെ പഠിക്കും, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ കൂട്ടുകാരൊക്കെ കൂടുതലും ചേരുന്ന സ്കൂള്, അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന 1-2 അധ്യാപകരൊക്കെ ഉള്ള സ്കൂള്, അതുമല്ലെങ്കിൽ വേറെ പല കാരണങ്ങളും, ഇപ്പോ എന്താ പറയാ, ഓക്കെ കാരണങ്ങളൊക്കെ പോട്ടെ, ഏതെങ്കിലും കാരണം വെച്ചിട്ട് സ്കൂളുകള് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ സെലക്ട് ചെയ്യുന്ന ആളുകളുണ്ട്. മതപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മതം പഠിപ്പിക്കണം, ദീൻ പഠിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹമുള്ള വിദ്യാർത്ഥി അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് കോഴ്സ് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ സെലക്ട് ചെയ്യാറുണ്ട്. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിന്റെ ആൻസർ, എവിടെ പഠിക്കണം, വേർ ടു സ്റ്റഡി എന്നതിന്റെ ഒറ്റവാക്കിലുള്ള ഉത്തരം ഇതാണ്: ഏറ്റവും നന്നായി
ആ കോഴ്സ് എവിടെയാണോ പഠിപ്പിക്കുന്നത് അവിടെയാണ് നമ്മൾ ചേരേണ്ടത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IIT-യിൽ നിന്ന് തന്നെ എഞ്ചിനീയറിംഗ് ചെയ്യണം, അല്ലെങ്കിൽ NIT-യിൽ നിന്ന് തന്നെ എഞ്ചിനീയറിംഗ് ചെയ്യണം. അതാണ് ഇന്ത്യയിലെ നമ്പർ 1 എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങൾ. ഇപ്പൊ മാനേജ്മെന്റ് MBA പഠിക്കണം, മാനേജ്മെന്റ് പഠിക്കേണ്ട ആൾ IIM-ൽ നിന്ന് തന്നെ, അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ നിന്ന് തന്നെ MBA ചെയ്യണം. അതാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. അതുപോലെ ജേർണലിസം, ഞാനൊരു ജേർണലിസം ബാക്ക്ഗ്രൗണ്ട്, ഡൽഹിയിൽ നിന്ന് MA ജേർണലിസം കഴിഞ്ഞു വന്ന ആളാണ്. ഇപ്പൊ ജേർണലിസം പഠിക്കുന്ന ആളാണെങ്കിൽ ഇന്ത്യയിലെ നമ്പർ 1 ഡിപ്പാർട്ട്മെന്റ് ഉള്ളത് ഡൽഹിയിലുള്ള ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റിയുടെ ജേർണലിസം ഡിപ്പാർട്ട്മെന്റ് ആണ്. അവിടെ നിന്ന് തന്നെ പഠിക്കണം. ഇപ്പൊ മെഡിക്കലിന് പഠിക്കേണ്ട ആള് MBBS പഠിക്കേണ്ടത് എവിടെ നിന്നാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെഡിക്കൽ കോഴ്സുകൾ പഠിക്കേണ്ടത് ഡൽഹിയിലുള്ള ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസിൽ നിന്നാണ്. അതിനേക്കാൾ നല്ല മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിലില്ല. അപ്പൊ ഇത്തരം സ്ഥാപനങ്ങളിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാല്, ജോലിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അതായത് ജോലിക്ക് ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ആദ്യം സെലക്ട് ചെയ്യുന്നത് IIT എഞ്ചിനീയർ, അല്ലെങ്കിൽ IIM MBA, അല്ലെങ്കിൽ ജാമിയ ജേർണലിസ്റ്റ്. ആ ഒരു രൂപത്തിൽ, അതായത് ഇന്റർവ്യൂ ബോർഡിന് അറിയാം IIT എഞ്ചിനീയർ ആണോ, അവനാണ് ഇന്ത്യയിലെ നമ്പർ 1 എഞ്ചിനീയർ എങ്കിൽ നമ്മുടെ ജോലിക്ക് ഏറ്റവും ഫിറ്റ് അവനാണ്. അപ്പൊ ആ ഒരു രൂപത്തില് ജോലിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആദ്യം പ്രിഫറൻസ് കിട്ടും. ഇനി ഹയർ സ്റ്റഡീസ്, അതായത് ഉപരിപഠനം നടത്തുകയാണെങ്കിൽ ഏറ്റവും ആദ്യം പരിഗണിക്കുന്നത് നല്ല നല്ല സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ച, സ്വാഭാവികമായും മാർക്ക് ഉണ്ടാവും. അതേപോലെ തന്നെ നേരത്തെ മാഷ് വിശദീകരിച്ചതുപോലെ IQ, അതുപോലെ EQ, CQ, SQ എന്നൊക്കെ പറഞ്ഞതുപോലെ വിശദമായിട്ട് പറയാനുള്ള വിഷയങ്ങളാണ്. അതൊക്കെ നമ്പർ 1 ആയിരിക്കും ഇത്തരം സ്ഥാപനങ്ങളിൽ പഠിച്ചാൽ. ഇപ്പോ ഏറ്റവും ചുരുങ്ങിയത് ഓരോ വർഷവും ഇന്ത്യയിൽ നിന്ന് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലേക്കും ഓക്സ്ഫോർഡിലേക്കും ഒക്കെ പോകുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയാണ് നിലവിൽ ഇന്ത്യയിലെ നമ്പർ 1 റാങ്കിങ്ങിൽ, യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ നമ്പർ 1 ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി. അപ്പൊ ഞാൻ പറയുന്നത്, ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അടിസ്ഥാനപരമായിട്ട് പ്രത്യേകിച്ച് പേരൻസിന്റെ അറിവിലേക്കായി ഞാൻ ഏറ്റവും ബേസിക് ആയിട്ടുള്ള, അതായത് സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട്. പലപ്പോഴും നമുക്ക് കൺഫ്യൂഷനാണ്, ഏതാണ് നല്ലത്, ഏതിൽ ചേർന്നാലാണ് എൻ്റെ മകന് അല്ലെങ്കിൽ മകൾക്ക് അത്യാവശ്യം നമ്മൾ വിചാരിക്കുന്ന പോലെ മുന്നേറാൻ കഴിയുക എന്നൊക്കെ പലപ്പോഴും ആശങ്കയുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം എന്തെന്ന് പറഞ്ഞാല്, ഇന്ത്യയില് 4 തരം യൂണിവേഴ്സിറ്റികളുള്ളത്. നന്നായി ശ്രദ്ധിക്കണം. ഇത് പലപ്പോഴും പല പേരൻസിനും ഇതിനെ കുറിച്ചുള്ള ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. പലപ്പോഴും അറിയില്ല എന്നുള്ളത് അവരുടെ ഒരു ലിമിറ്റേഷൻ അല്ല, പല സാഹചര്യങ്ങൾ കൊണ്ടും ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. ആ ശ്രദ്ധയിലേക്കാണ് ഞാൻ പറയുന്നത്. ഏറ്റവും പ്രധാനമായും 4 വിധം യൂണിവേഴ്സിറ്റികൾ, സർവകലാശാലകളാണ് ഇന്ത്യയിലുള്ളത്. ഏത് കോഴ്സ് എവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, എവിടെ പഠിപ്പിക്കുന്നുണ്ടോ, അതെല്ലാം ഈ 4 യൂണിവേഴ്സിറ്റികളിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്നതായിരിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 1ാമത്തെ തരം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ്, കേന്ദ്ര സർവകലാശാലകൾ. അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ സർട്ടിഫിക്കേഷനുള്ള യൂണിവേഴ്സിറ്റികൾ. അവിടെ പഠിച്ചാൽ, ഏത് കോഴ്സ് പഠിച്ചാലും നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ, ഇന്ത്യൻ ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും. അവരാണ് സർട്ടിഫിക്കേഷൻ ചെയ്യുന്നത്. അത്തരം യൂണിവേഴ്സിറ്റികൾക്ക് നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എന്നാണ് പറയുക. ഡൽഹിയിലുള്ള ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, JNU, അവിടെയാണ് പ്രകാശ് കാരാട്ട് അങ്ങനെ തുടങ്ങിയ ഒരുപാട് ആളുകൾ പഠിച്ചത്. അതുപോലെ ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റി, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, അങ്ങനെ തുടങ്ങി 100 കണക്കിന് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ നമുക്ക് ഇന്ത്യയിൽ കാണാൻ പറ്റും. അതുപോലെ 2ാമത്തെ ഒരു വിഭാഗമാണ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ, അതായത് സംസ്ഥാന സർവകലാശാലകൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ സർട്ടിഫിക്കേഷൻ ഉള്ള യൂണിവേഴ്സിറ്റികളാണ് സംസ്ഥാന സർവകലാശാലകൾ. 3ാമതൊരു വിഭാഗം ഡീംഡ് യൂണിവേഴ്സിറ്റികളാണ്. ഡീംഡ് യൂണിവേഴ്സിറ്റികൾ എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർവകലാശാലകളെക്കാൾ ഒരു പടി മുന്നിലാണ്. അതേസമയം സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിട്ടില്ല. കേന്ദ്ര സർവകലാശാലയാവും അടുത്ത ഭാവിയിൽ, ഒരു 4-5 വർഷം കൊണ്ട് ഇന്ത്യൻ പാർലമെന്റ് അതിന് സെൻട്രൽ യൂണിവേഴ്സിറ്റി പദവി കൊടുക്കും. അങ്ങനെ ആ ഒരു സ്റ്റാറ്റസിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റികൾക്ക് ഡീംഡ് യൂണിവേഴ്സിറ്റി എന്നാണ് പറയുക. അവിടെയും നമുക്ക് കോഴ്സുകൾ ചെയ്യാൻ പറ്റും. ഈ 3 വിഭാഗവും ഏതെങ്കിലും ഒരു ഗവൺമെന്റ് സർട്ടിഫിക്കേഷൻ ഉള്ള യൂണിവേഴ്സിറ്റികളാണ്. അവിടെ എവിടെ പഠിക്കുകയാണെങ്കിലും നമുക്ക് ആശങ്കകളില്ല.
അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാം, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാം. അപ്പൊ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സംസ്ഥാന സർവകലാശാലകൾ കുറെ ഉണ്ട്. അപ്പൊ ഏതെങ്കിലും ഇപ്പൊ ഉദാഹരണം പറയുകയാണ് ഫറൂഖ് കോളേജ്, കോഴിക്കോട് ജില്ലയിലെ ഫറൂഖ് കോളേജ് ആണെങ്കിൽ പിന്നെ അവിടെ പഠിപ്പിക്കുന്ന ആ കോളേജ് എന്ന് പറയുന്നത് സംസ്ഥാന സർവകലാശാലയായ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള അഫിലിയേഷനുള്ള ഒരു കോളേജാണ്. അങ്ങനെ കോളേജുകൾ ഒരുപാട് കോഴ്സ്. അപ്പൊ അവിടെ നടത്തുന്ന ഒരു കോഴ്സ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയ, അല്ലെങ്കിൽ നമ്മൾ സംസ്ഥാന സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്ന് വിളിക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കേഷനാണ് ഉണ്ടാവുക. അപ്പൊ ഞാൻ കുറച്ചുകൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഉദാഹരണം പറഞ്ഞത്. ഈ 3 ഡീംഡ് യൂണിവേഴ്സിറ്റികൾ, 121ഓളം ഡീംഡ് യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിലുണ്ട്. മൂന്നാമത്തെ വിഭാഗം ഞാൻ പറഞ്ഞു ഡീംഡ് യൂണിവേഴ്സിറ്റികളാണ്. ഡൽഹിയിലുള്ള ജാമിയ ഹംദർദ് ബിഫാം എംഫാം കോഴ്സുകൾക്ക്, ഇസ്ലാമിക് സ്റ്റഡീസിനൊക്കെ നല്ല ഡിപ്പാർട്ട്മെന്റ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ജാമിയ ഹംദർദ്. അത് ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ ഉദാഹരണം. അപ്പൊ ഞാൻ വിശദീകരണങ്ങൾ കടക്കുന്നില്ല, പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞു പോവുകയാണ്. നമുക്ക് വേഗം ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏത് സ്റ്റുഡന്റ് ആയാലും രക്ഷിതാവായാലും മനസ്സിലാക്കേണ്ട കാര്യമാണ്. 4മതൊരു വിഭാഗം യൂണിവേഴ്സിറ്റികളും ഇന്ത്യയിലുണ്ട്. അതാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ, സ്വകാര്യ സർവകലാശാലകൾ. സ്വകാര്യ വ്യക്തികളോ കമ്പനികളോ ട്രസ്റ്റുകളോ ഫൗണ്ടേഷനുകളോ ഒക്കെ നടത്തുന്ന യൂണിവേഴ്സിറ്റികളാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളെല്ലാം മോശമാണ്, അവിടുത്തെ കോഴ്സുകൾക്ക് വാല്യൂ ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല. ഒരുപാട് യൂണിവേഴ്സിറ്റികൾ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിൽ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പിന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു പഠനശാഖയാണ് ഡെവലപ്മെന്റ് സ്റ്റഡീസ്, വികസന പഠനങ്ങൾ. അതിൽ നമുക്ക് ഗ്രാജുവേഷൻ ചെയ്യാം, പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാം, PhD ചെയ്യാം, പോസ്റ്റ് PhD ചെയ്യാം, ഒരുപാട് കോഴ്സുകൾ ചെയ്യാം. ഈ ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ ഇന്ത്യയിൽ തന്നെ നമ്പർ 1 ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഉള്ളത് ഇന്ത്യയിലെ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലാണ്. ബാംഗ്ലൂരുള്ള അസീം പ്രേംജി യൂണിവേഴ്സിറ്റിയിലാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നല്ല ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെങ്കിൽ ലോകപ്രശസ്തരായിട്ടുള്ള ഇന്ത്യൻ പ്രൊഫസർമാർ പഠിപ്പിക്കുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റികൾ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഉണ്ട്. പക്ഷേ 65% പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും പ്രശ്നക്കാരാണ്. എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും അംഗീകാരം കിട്ടിയിട്ടില്ല. അംഗീകാരം എന്ന് പറയുന്നത് ഏതൊരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും അത് യൂണിവേഴ്സിറ്റി ആക്കുന്നത്, അതിന്റെ കോഴ്സുകൾക്ക് അംഗീകാരം കൊടുക്കുന്നത് ഇന്ത്യയിൽ 2 ഗവൺമെന്റ് അതോറിറ്റികളാണ്. ഒന്ന് UGC ആണ്, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ. UGC അംഗീകാരമുണ്ടെങ്കിൽ ഏത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിലും നമുക്ക് അതിന്റെ ആ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകൾക്ക് ചേരാം, ഏത് കോഴ്സ് ആണെങ്കിലും. അതുപോലെ തന്നെ AICT, ഈ AICT അംഗീകാരമുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലും നമുക്ക് പഠിക്കാൻ പറ്റും. ഈ 2 അതോറിറ്റിയുടെ UGC അല്ലെങ്കിൽ AICT, ഈ 2 ഏതെങ്കിലും ഒന്നിന്റെ അംഗീകാരമില്ലാത്ത പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ, അവിടെ ഒരു കോഴ്സിനും അംഗീകാരമില്ല. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. ദി ഹിന്ദു പത്രത്തിലൊക്കെ എപ്പോഴും പരസ്യം വരുന്ന ഒരു IIPM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാനിംഗ് ആൻഡ് മാനേജ്മെന്റ്. ഈ IIPM-ന് ഇന്ത്യയിൽ 11ഓളം ക്യാമ്പസുകൾ ഉണ്ട്. ഒരു അരിന്ദം ചൗധരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഇതിന്റെ ഡയറക്ടർ. അപ്പൊ ഈ IIPM-ൽ ചേരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ലാപ്ടോപ്പ് ഫ്രീ ആണ്. അങ്ങനെ ഒരുപാട് ഓഫറുകളുണ്ട്. പക്ഷെ ഈ IIPM-ന്റെ ഒരു കോഴ്സിനും ഇതുവരെ ഒരു അംഗീകാരവും കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ അവിടെ പഠിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമല്ല. നമ്മൾ ലക്ഷങ്ങൾ ചെലവഴിക്കുന്നു, കോഴ്സുകൾ പഠിക്കുന്നു. അതുകൊണ്ട് ഗവൺമെന്റിന്റെ അംഗീകാരം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ UGC-യുടെയോ AICT-യുടെ അംഗീകാരം ഇല്ല എന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുടെ കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്യരുത്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള, രക്ഷിതാക്കളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അവരുടെ അറിവിലേക്കായിട്ട് പറയാണ്. അപ്പൊ ഈ 4 തരം യൂണിവേഴ്സിറ്റികളിലെ ഏത് കോഴ്സിനും നമുക്ക് ചേരാൻ പറ്റും. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളാവുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അക്രഡിറ്റേഷൻ, അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ നമുക്ക് കാണാം അവർക്ക് കിട്ടിയ അംഗീകാരങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവർ കൊടുക്കും. അപ്പോൾ UGC AICT അംഗീകാരം ഉണ്ടെങ്കിൽ നമുക്ക് കോഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യരുത്. അപ്പൊ ഇപ്പോ ചുരുക്കി പറയുകയാണെങ്കിൽ ഏറ്റവും നന്നായി ആ കോഴ്സ് എവിടെയാണോ പഠിപ്പിക്കുന്നത് അവിടെയാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത്. അപ്പോ നാട്ടിൻപുറത്തൊക്കെയുള്ള 10ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലൊക്കെ അൽഹംദുലില്ലാഹ് നല്ല വിദ്യാഭ്യാസ സാഹചര്യമാണ്. മുമ്പുള്ളതുപോലെ ഒന്നുമല്ല, രക്ഷിതാക്കളൊക്കെ പഠിക്കുന്ന സമയത്തുള്ളതുപോലല്ല. ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഒരു ഹൈസ്കൂള്, ഒരുപാട് യാത്ര ചെയ്ത് ഒരു ഡിഗ്രി കോളേജ്, അങ്ങനെയൊന്നല്ല. ഇപ്പോ 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു 5-10
സ്കൂളുകളിലെങ്കിലും പഠിക്കാനുള്ള ഒരു അവസരം കേരളത്തിലുണ്ട്. അപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി സ്കൂളുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു നമ്മൾ കൊടുക്കേണ്ട ക്രൈറ്റീരിയ 3-4 കാര്യങ്ങൾ നമ്മൾ പരിഗണിച്ച് ആ കോഴ്സ് പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ ഏറ്റവും നന്നായി എവിടെയാണോ പഠിപ്പിക്കുന്നത് അവിടെയാണ് നമ്മൾ നമ്മുടെ സ്റ്റുഡന്റിനെ, വിദ്യാർത്ഥിയെ ചേർക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ ചുരുക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോ സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ കുറിച്ച് തന്നെ ഒരുപാട് മണിക്കൂറുകളോളം സംസാരിക്കാനുണ്ട്. സമയം വളരെ വൈകിയത് കൊണ്ട് നമ്മൾ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരുപാട് ആളുകൾ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിച്ചു നിൽക്കുന്നുണ്ട്. ഡിസ്റ്റൻസ് കോഴ്സുകളെ കുറിച്ച് പറയാമോ? ഡിസ്റ്റൻസ് കോഴ്സുകളെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ risalaonline.com ഡയറക്ഷൻ എന്ന ലിങ്കില് ഞാൻ വിശദമായിട്ട് വിദൂര വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള ലേഖനങ്ങൾ തയ്യാറാക്കി എഴുതിയിട്ടുണ്ട്. പബ്ലിഷ്ഡ് ആണ് ഓൾറെഡി. പിന്നെ പൂങ്കാവനം ബുക്സ് ഒരു ഉപരിപഠന ഡയറക്ടറി എന്ന പേരിൽ അടുത്ത ആഴ്ച പബ്ലിഷ് ചെയ്യാൻ പോകുന്ന ഒരു പുസ്തകമുണ്ട്. അതുകൂടി റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതായത് ഡിസ്റ്റൻസ് കോഴ്സുകൾ നമുക്ക് ചെയ്യാം. ഡിസ്റ്റൻസ് കോഴ്സുകൾ ഇപ്പോൾ വിദേശികളെ സംബന്ധിച്ചോ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ സമയമില്ലാത്ത ആളുകൾക്കൊക്കെ റെഗുലറായി പഠിക്കാൻ കഴിയാത്ത ആളുകൾക്കൊക്കെ ഡിസ്റ്റൻസ് കോഴ്സുകൾ ചെയ്യാം. പക്ഷേ ഡിസ്റ്റൻസ് കോഴ്സുകൾ നൽകുന്ന യൂണിവേഴ്സിറ്റികൾ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 4 തരം യൂണിവേഴ്സിറ്റികളും ഡിസ്റ്റൻസ് കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഡിസ്റ്റൻസ് കോഴ്സുകൾ വളരെ ചുരുങ്ങിയ കോഴ്സുകൾക്ക് മാത്രമാണ് വിദൂര വിദ്യാഭ്യാസത്തിലൂടെ കോഴ്സുകൾ നൽകുന്നത്. ബാക്കി ഡീംഡ് യൂണിവേഴ്സിറ്റികളും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോലെയുള്ള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും കുറെയൊക്കെ ഡിസ്റ്റൻസ് കോഴ്സുകൾ നൽകുന്നുണ്ട്. പക്ഷെ പല ഡിസ്റ്റൻസ് കോഴ്സുകൾക്കും ഞാൻ നേരത്തെ പറഞ്ഞ അംഗീകാരത്തിന്റെ പ്രശ്നമുണ്ട്. ഏറ്റവും നല്ലത് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നോ എന്ന പേരിൽ പ്രശസ്തമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയുടെ ഡിസ്റ്റൻസ് കോഴ്സുകളാണ് ഡിസ്റ്റൻസ് കോഴ്സുകളിൽ നമ്പർ 1 ആയിട്ടുള്ളത്. അപ്പോ അത് ഒരുപക്ഷെ ചില കോഴ്സുകൾക്ക് പ്രൊഫഷണൽ കോഴ്സുകൾക്കൊക്കെ നമുക്കറിയാം ഡിസ്റ്റൻസ് കോഴ്സുകളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം നീന്തൽ പഠിക്കുന്ന ഒരു ഉദാഹരണം നമ്മുടെ അധ്യാപകരൊക്കെ എപ്പോഴും പറയാറുണ്ട്. നീന്തൽ പഠിക്കേണ്ടത് ഒരിക്കലും ക്ലാസ് റൂമിൽ ഇരുന്നിട്ടല്ല, അത് വെള്ളത്തിൽ ഇറങ്ങി തന്നെ പഠിക്കണം. എന്നതുപോലെ പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ MBA ജേർണലിസം ഒക്കെ പറഞ്ഞിട്ട് ഡിസ്റ്റൻസ് കോഴ്സുകൾ ചെയ്യുക എന്നല്ലാതെ നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു നോളജും ഒരു പ്രാക്ടീസും നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഡിസ്റ്റൻസ് കോഴ്സുകൾ സോഷ്യൽ സയൻസ്, ആർട്സ്, അതുപോലെ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങള്, ലാംഗ്വേജ് വിഷയങ്ങളൊക്കെ ചെയ്യാം. പ്രൊഫഷണൽ കോഴ്സുകൾ കഴിയുന്നതും ഡിസ്റ്റൻസ് ചെയ്യാതിരിക്കുക. റെഗുലർ ആയിട്ടാണ് നമ്മൾ അത് ചെയ്യണം. ഏതായിരുന്നാലും നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. മിസ്റ്റർ ജലീൽ പ്ലീസ് കം. ചോദിക്കാനുള്ളവര് റൈസ് ഹാൻഡ് അല്ലേ? ഓക്കെ. എടുക്കാൻ പറഞ്ഞോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശ്രോതാക്കള് ചോദിക്കാനുള്ള അവസരമാണ്. അൽഹംദുലില്ലാഹ് വിഷയ സംബന്ധമായ ചോദ്യം വളരെ ചുരുക്കി ചോദിക്കാം. നാട്ടിൽ 11 മണിയായി. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട നൂറാലി ഉസ്താദ് നമുക്ക് വേണ്ടി നല്ല ഒരു സംശയത്തിന് ഭാഗം ഉണ്ടാവില്ല, അത്രയും ക്ലിയർ ആക്കി വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. 2 ലോകത്തും അള്ളാഹു അവരെയും എന്നെ വിജയിപ്പിക്കട്ടെ. അപ്പൊ ചോദ്യകർത്താക്കള് വളരെ അർത്ഥവത്തായ ആവശ്യമുള്ള ചോദ്യമായിട്ട് മൈക്കിലേക്ക് വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ, ഓക്കെ. എനിക്ക് ചോദിക്കാനുള്ളത് 2 ക്വസ്റ്റ്യനുണ്ട്. ഒന്ന്, BSc കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കഴിഞ്ഞ ഒരാൾക്ക് ഏത് ഫീൽഡാണ് ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്യാൻ സൂട്ടബിൾ ആയിട്ടുള്ള ഏരിയ ഏതാണ്? അതിനെക്കുറിച്ച് ഉസ്താദ് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. വളരെ നല്ലൊരു ചോദ്യമാണ് നമ്മുടെ സുഹൃത്ത് ചോദിച്ചത്. BCA എന്ന് പറഞ്ഞാൽ എന്താ പറയാ, BSc കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് നല്ല കോഴ്സാണ്. അത് കഴിഞ്ഞ ആൾക്ക്
IT ഫീൽഡിൽ ഒരുപാട് പ്രൊഫഷണൽ ജോലികളിലേക്ക് കയറി പറ്റാൻ പറ്റും. പ്രൊഫഷണൽ ജോലികൾ ചെയ്യുന്ന കമ്പനികളിൽ ഒരുപാട്, അതായത് ബാംഗ്ലൂർ പോലെയുള്ള സിറ്റികളിൽ അല്ലെങ്കിൽ വിദേശത്തുള്ളൊക്കെ ഒരുപാട് കമ്പനികളിൽ BCAക്കാരെ വലിയ അളവിൽ ആവശ്യമുണ്ട്. അപ്പൊ BCA കഴിഞ്ഞ ഒരാൾക്ക് ഉപരിപഠനം നടത്തുന്നില്ല, അതായത് MCA ചെയ്യാം, അതിൽ മാസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റും, അത് കഴിഞ്ഞ് അതിൽ MPhil ചെയ്യാൻ പറ്റും, PhD ചെയ്യാൻ പറ്റും. ഇതൊന്നുമല്ല, അത് ഉപരിപഠനം നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ BCA സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് കമ്പനികളിൽ നിന്ന്, അതായത് ഒരുപാട് ടെക്നിക്കൽ ആവശ്യത്തിന് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സോഫ്റ്റ്വെയർ മേഖലയിലും അതുപോലെ തന്നെ ഹാർഡ്വെയർ മേഖലയിലും ജോലിക്കാരെ ആവശ്യമുണ്ട്, പ്രൊഫഷണൽസിന് ആവശ്യമുണ്ട് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരുപാട് അപ്ലിക്കേഷൻസ് കമ്പനികൾ സ്ഥിരമായി ക്ഷണിക്കാറുണ്ട്. അത് തൊഴിൽ വാർത്ത, തൊഴിൽ വീതി, മലയാള പ്രസിദ്ധീകരണങ്ങളിൽ സ്ഥിരമായി വരുന്ന ഒരു ജോലി സാധ്യതയാണത്. അപ്പോൾ അത്തരം കമ്പനികളിലേക്ക് BCAക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൽ അവർ കൂടുതലും BCA കഴിഞ്ഞ ആളുകൾക്ക് ഏറ്റവും ചുരുങ്ങിയത് 6 മാസത്തെ ട്രെയിനിങ്, അവരുടെ പഠനത്തിന്റെ ഭാഗം തന്നെ ഒരു ഇന്റേൺഷിപ്പ് ഉണ്ടാവും. എന്നിരുന്നാൽ പോലും പ്രശസ്തമായ കമ്പനികളിൽ, അതായത് കമ്പനികൾ കുറെ ഉണ്ടാവും, ഏറ്റവും ചുരുങ്ങിയത് നല്ല സ്റ്റാൻഡേർഡ് ഉള്ള, ഒരു ശരാശരി സ്റ്റാൻഡേർഡ് ഉള്ള കമ്പനികളിൽ 6 മാസത്തെ പ്രവൃത്തി പരിചയം, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൂടി BCAക്കാരന് ഉണ്ടായിരിക്കണം. ഏറ്റവും ചുരുങ്ങിയതാണ് അത്. എത്രത്തോളം എക്സ്പീരിയൻസ് 2 വർഷം 3 വർഷം കൂടുന്നുവോ അത്രത്തോളം നല്ല പോസ്റ്റിലേക്കുള്ള ജോലികളിലേക്ക് നമുക്ക് കയറി പറ്റാൻ പറ്റും. അപ്പം BCAക്കാർക്ക് BCA കഴിഞ്ഞ ഉടനെയാണെങ്കിൽ ഏറ്റവും നല്ലത് സാലറി ഒന്നും പരിഗണിക്കാതെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ, ഒരുപാട് കമ്പനികളുണ്ട് വിവിധ ആവശ്യങ്ങൾക്ക് പ്രവർത്തിക്കുന്ന, ഈവൻ പത്രങ്ങളിൽ പോലും BCAക്കാർ ആവശ്യമുണ്ട്. ഒരുപാട് പത്രങ്ങളിലും ചാനലുകളിലും ഒക്കെ BCA കഴിഞ്ഞ ആളുകൾ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കമ്പനികളിൽ അപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ചുരുങ്ങിയത് നല്ലൊരു സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, അത് ഏത് ഫീൽഡിലാണ് വേണ്ടതാണ്, അത് സംഘടിപ്പിക്കാനാണ് നമ്മൾ ശ്രമം നടത്തേണ്ടത്. അതൊരു 6 മാസം 1 വർഷത്തോളം നമ്മൾ ചെറിയൊരു സാലറിക്ക് സ്റ്റേപ്പൻ്റ് ഒക്കെ വാങ്ങിയിട്ട് പിന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി, ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി BCA കഴിഞ്ഞ ആൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് വെച്ച് നല്ല പോസ്റ്റുകളിലേക്ക് നമുക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. അതുകൂടാതെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന്, അതായത് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഇന്ത്യയിലാണെങ്കിൽ ഒരുപാട് പോസ്റ്റുകൾ BCAക്കാർക്ക് ഓഫർ ചെയ്യാറുണ്ട്. പല ഡിപ്പാർട്ട്മെന്റുകളിലും BCA കഴിഞ്ഞ ആളുകളെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ വരാറുണ്ട്. അപ്പൊ ആ നോട്ടിഫിക്കേഷൻ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഗവൺമെന്റിന്റെ നോട്ടിഫിക്കേഷൻസിലും BCA ക്വാളിഫിക്കേഷനുള്ള എലിജിബിലിറ്റി ചോദിക്കുന്ന ഒരുപാട് പോസ്റ്റുകളുടെ വേക്കൻസി ഉണ്ടാവാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടി ഉസ്താദ്, ഞാൻ അതിന്റെ ഒരു എക്സ്റ്റൻഷനായിട്ട്, ക്വസ്റ്റ്യൻ ഒരു എക്സ്റ്റൻഷനായിട്ട്, BCA കഴിഞ്ഞവർക്ക്, ഹലോ കേൾക്കുന്നില്ലേ? ഹലോ ഓക്കെ. BCA കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള കോഴ്സ് ഏതാണ് ഉസ്താദ് വിശദീകരിച്ചിരുന്ന നന്നായിരുന്നു. അതിന്റെ കൂടെ B.Ed ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്താൽ അത് PSC അംഗീകാരമുള്ള ഏതെങ്കിലും സെന്ററുകൾ, ഏതെങ്കിലും യൂണിവേഴ്സിറ്റി, ഡിസ്റ്റൻസ് യൂണിവേഴ്സിറ്റികൾ കേരളത്തിലെ പുറത്ത് പ്രവർത്തിക്കുന്നുണ്ടോ? ഈ ക്വസ്റ്റ്യൻ ഉസ്താദിന് ആൻസർ പറഞ്ഞാൽ നന്നായിരുന്നു. ഓക്കെ. BCA ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ ആൻസറിൽ പറഞ്ഞിരുന്നു. BCA കഴിഞ്ഞിട്ട് ഉപരിപഠനം നടത്താനാണ് ഉദ്ദേശമെങ്കിൽ ഏറ്റവും നല്ലത് MCA, അതായത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിൽ മാസ്റ്റേഴ്സ് ചെയ്യലാണ് ഏറ്റവും നല്ലത്. പിന്നെ അത് കഴിഞ്ഞിട്ട് MPhilോ PhDയോ ഗവേഷണം ചെയ്യണമെങ്കിൽ ആ നിലക്ക് മുന്നോട്ട് പോവാം. വേറൊരു ചോദ്യം വന്നത് B.Ed ഡിസ്റ്റൻസ് ആയിട്ട് കേരളത്തിന് പുറത്ത് ഉണ്ടോ എന്നതാണ്. B.Ed ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ദയവ് ചെയ്ത് എന്ത് ചെയ്യരുത്, നമ്മൾ B.Ed കഴിഞ്ഞ ആളുകൾ നിങ്ങൾ ചോദിച്ചാൽ മനസ്സിലാവും, നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കരുത്. അതൊരു B.Ed ആ ഒരു കോഴ്സിനോടുള്ള ഒരു അക്രമം കൂടിയാണ്. അപ്പോൾ അതായത് നേരത്തെ പറഞ്ഞതുപോലെ ക്ലാസ് റൂമിൽ വെച്ച് നീന്തം പഠിക്കലാണ് B.Ed കോഴ്സ് ഡിസ്റ്റൻസ് ആയിട്ട്. ഇനിയിപ്പോ സമയമില്ല അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യമൊക്കെ ആണെങ്കിൽ പഠിക്കാമെന്നല്ലാതെ കേരളത്തിന് പുറത്ത് PSC അംഗീകാരമുള്ള B.Ed കോഴ്സുകൾ ഇല്ല, അതെവിടെയും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ സൗദിയിലാണ്, ജിദ്ദയിൽ. എനിക്ക് 2 ആൺകുട്ടികളാണ്. അപ്പോൾ മൂത്ത ആള്
ദാവല് മർക്കസ് ദാവല് പഠിക്കണം നാട്ടിൽ പോയത്. എന്താ ചെയ്യേണ്ടതെന്നുള്ള കേട്ടിട്ടില്ല. ക്വസ്റ്റ്യൻസ് നോട്ട് ക്ലിയർ. റിപ്പീറ്റ് പ്ലീസ്. ചോദ്യം ഒന്നുകൂടി ചോദിക്കണം. കേൾക്കണ്ട? ഹലോ, അസ്സലാമു അലൈക്കും. ഞാന് സൗദിയിലാണ്. എനിക്ക് 2 ആൺകുട്ടികളാണ്. മൂത്ത ആള് നാട്ടില് ദാവ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ പോയത്. ഇപ്പോ അവിടെ ദാവ കിട്ടാഞ്ഞിട്ട് മർക്കസ് ഗാർഡനിൽ പോകുന്നവർ പഠിക്കണേ. ഇപ്പൊ +2 കഴിഞ്ഞ് ഇപ്പൊ പറയുന്നത് എനിക്ക് യമനിൽ പോയി പഠിക്കണം, എന്നിട്ട് ഞാൻ തിരിച്ചു വന്നിട്ട് ദാവയിൽ പഠിക്കണം. എന്താണ് ഉസ്താദിന്റെ ഒരു അഭിപ്രായം പറഞ്ഞ? അതിനെ പറ്റി അറിയില്ല. അൽഹംദുലില്ലാഹ്, നല്ലൊരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. അള്ളാഹു ഏതായാലും സ്വാലിഹായ അല്ലെങ്കിൽ ഉഖ്റവിയായ ഒരു പണ്ഡിതനായി ആ മകനെ മാറ്റിത്തരട്ടെ. ആമീൻ. നമ്മുടെ എല്ലാവരുടെയും മക്കളെ നല്ല പോസ്റ്റുകളിലേക്ക്, നല്ല നേട്ടങ്ങൾ കൈവരിക്കുന്ന സ്വാലിഹീങ്ങളായ മക്കളാക്കി അള്ളാഹു ഉൾപ്പെടുത്തി തീരുമാറാവട്ടെ. ആമീൻ. ദഅവ, പ്രത്യേകിച്ച് ഞാൻ മദീനത്തുനൂറിൽ പഠിച്ചൊരു വിദ്യാർത്ഥി കൂടിയാണ്. +2 കഴിഞ്ഞതിന് ശേഷം യമനിൽ പോയി ഉപരിപഠനം നടത്തണം. അത് കഴിഞ്ഞ് വന്നതിന് ശേഷം ഇവിടെ കേരളത്തിൽ ദഅവ കോഴ്സുകൾക്ക് ഉപരിപഠനം നടത്തി, തുടർ പഠനം നടത്തി ദഅവ ഫീൽഡിലേക്ക് പോകണമെന്നതാണ് ആ കുട്ടിയുടെ ആഗ്രഹം. അൽഹംദുലില്ലാഹ്, അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിന്റെ സ്വഭാവം അനുസരിച്ച് +2 കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഡയറക്ടർ ബോർഡുമായി ആലോചിച്ചാൽ തീർച്ചയായിട്ടും യമനിൽ പോയി ഉപരിപഠനം നടത്താനുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ന് നിലവിലുണ്ട്. ഓൾറെഡി മർക്കസിൽ നിന്നുള്ള കുറച്ച് വിദ്യാർത്ഥികൾ അവിടെ ദാറുൽ മുസ്തഫ പോലെയുള്ള അന്താരാഷ്ട്ര സർവകലാശാലകളിൽ +2 കഴിഞ്ഞതിന് ശേഷം അവിടെ പോയി ഉപരിപഠനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ അവിടുത്തെ ഉസ്താദുമാരുമായി, അവിടുത്തെ ഡയറക്ടർ ബോർഡുമായി ആലോചിച്ചാൽ തീർച്ചയായിട്ടും അതിനുള്ള വഴികളുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു മിനിറ്റ്, ജസ്റ്റ് എ സെക്കൻഡ്. ഇവിടെ ഒരു റിട്ടേൺ ക്വസ്റ്റ്യൻ ആണ്. +2 പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. ഒരുപാട് നാളായിട്ടുള്ള സംശയമാണ്. കോച്ചിങ് സെന്ററിൽ പോയി പഠിക്കുന്നത് നല്ലതാണോ അല്ലയോ എന്നതാണ് ചോദ്യം. കോച്ചിങ് സെന്ററുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പൊ കേരളത്തിലൊക്കെ ഒരു അവസ്ഥ വെച്ചിട്ട് കോച്ചിങ് കൊടുക്കുന്നത് എൻട്രൻസുകൾ, അതായത് മെഡിക്കൽ എൻട്രൻസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എൻട്രൻസിനാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ കോഴ്സുകൾക്കും എൻട്രൻസ് ഉണ്ട് എന്നതാണ്. ഇവിടെ ഫേമസ് ആയത് മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കാണ് ഞാൻ പറയുന്നത്. കോച്ചിങ് സെന്ററുകളിൽ പോയിട്ട് കോച്ചിങ് നേടാം. അതേസമയം സെൽഫ് കോച്ചിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം. നമ്മൾ എൻട്രൻസിന് വേണ്ടി വരുന്ന ക്വസ്റ്റ്യൻസിനെ കുറിച്ചും അതിന്റെ പാഠഭാഗങ്ങളെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കിയതിനു ശേഷം എന്താണ് പഠിക്കേണ്ടത്, എന്തല്ല പഠിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം സെൽഫ് കോച്ചിങ് ആണ് ഏറ്റവും നല്ലത് ചില വിഷയങ്ങൾക്ക്. അതേസമയം നമ്മൾ സ്വന്തം മതി എന്നൊരു അഭിപ്രായത്തില് ഞാൻ തന്നെ ഉഷാറ് എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ വേണ്ട. ചില വിഷയങ്ങൾ നമ്മൾ വീക്കായിരിക്കും. ആ ഏരിയ, ഇപ്പോ റീസണിങ് അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവലിൽ മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻ ഒക്കെ നമ്മൾ വീക്കാണെങ്കിൽ ആ വീക്കായ ഭാഗത്തിന് വേണ്ടി മാത്രം നമ്മൾ കോച്ചിങ് സെന്ററുകളിലേക്ക് പോയാൽ മതി. അതാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ നമുക്കറിയാം, ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞ IIT-കളിലും IIM-കളിലും എയിംസിലും ഒക്കെ, മെഡിക്കലിലാണെങ്കിൽ എയിംസിലും ഒക്കെ ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കുണ്ട്. ഇപ്പോ കേരളത്തിൽ നിന്നൊരു ഇർഫാൻ ഹബീബ് എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയുണ്ട്, അതുപോലെ അബ്ദുസലാം എന്ന് പറഞ്ഞ കുട്ടിയുണ്ട് എയിംസിലെ ഡൽഹിയിൽ. അവരൊക്കെ MBBS പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവരൊന്നും, ഈ രണ്ട് വിദ്യാർത്ഥികളും ഒരു കോച്ചിങ് സെന്ററിലും പോയിട്ടില്ല. അവർ +2 കഴിഞ്ഞ ഉടനെ എക്സാമിനേഷൻ എഴുതി. ആദ്യത്തെ പ്രാവശ്യം കിട്ടിയില്ല, രണ്ടാമത്തെ വർഷം അവര് നേടിയെടുത്തു. അവര് വീട്ടിലിരുന്നാണ് ഭൂരിഭാഗം പാഠങ്ങളും പഠിച്ചത്. അപ്പൊ അതുകൂടി നമ്മൾ മനസ്സിലാക്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹലോ, അസ്സലാമു അലൈക്കും. ശബ്ദം കേൾക്കുന്നുണ്ടോ? ഹലോ, ഓക്കെ. KMIC-യുടെ 12ാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മുടെ KMIC കുടുംബം സംഘടിപ്പിച്ച വളരെ പ്രാധാന്യവും വളരെ പഠനാർഹവുമായ
ഡ്രീം പാന്ത് എന്ന ക്ലാസ്സാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ KMIC കുടുംബത്തിനും നമുക്കും ഇത് ഒരു ദുനിയാവിലും ആഖിറത്തിലും അർഹിക്കുന്ന പ്രതിഫലം നൽകുന്ന ഒരു അമലായി സ്വീകരിക്കട്ടെ എന്ന് ആദ്യമായിട്ട് ദുആ ചെയ്യുകയാണ്. ഉസ്താദ്, എനിക്ക് ചോദിക്കാനുള്ളത്, എൻ്റെ അനിയൻ ഇപ്പോൾ BCom ഫൈനൽ എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവൻ്റെ അംബീഷൻ അവനിക്ക് CA നേടിയെടുക്കണം എന്നാകുന്നു. അപ്പോൾ ഉസ്താദെ, എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ അവൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് CPT എഴുതാതെ തന്നെ IPCCക്ക് അപ്ലൈ ചെയ്യാമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഉസ്താദെ, എനിക്ക് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും നല്ല CA കോച്ചിങ് സെന്റർ ഏതാണ് എന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരുന്നു. ഞാൻ പല സെന്ററുകളുമായി ബന്ധപ്പെടുന്നുണ്ട്. ഉസ്താദിന്റെ ഒരു ഉപദേശം കൂടി കിട്ടിയാൽ വളരെ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. DC ആയോ? ഓക്കെ, ഇൻഷാല്ലാ നമുക്ക് കാത്തിരിക്കാം. നല്ല ഒരു ഉപകാരമുള്ള നല്ല ഒരു വിഷയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എല്ലാവർക്കും ചോദിച്ചത് ഇതാണ്: BCom ഫൈനൽ ഇയർ എഴുതിക്കൊണ്ടിരിക്കുന്ന അനിയൻ, അവന് CAക്ക് ചേരണം. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും നല്ല CA കോച്ചിങ് സെന്റർ എവിടെയാണ് എന്നാണ് ചോദ്യം. നല്ലത് എന്ന് പറയുന്നത് ഒരുപാട് ഫീസ് കൊടുക്കുന്ന സ്ഥലമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. അങ്ങനെയല്ല. നല്ലതെന്ന് പറയുന്നത് അവരുടെ ട്രാക്ക് റെക്കോർഡാണ്. അതായത് ഓരോ വർഷവും ആ കോച്ചിങ് സെന്ററിൽ നിന്ന് എത്ര ആളുകൾ CA നേടിക്കഴിഞ്ഞു, അത് ബേസ് ചെയ്തിട്ട് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഡൽഹിയിലാണുള്ളത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് എന്ന് പറഞ്ഞ പേരിൽ ഡൽഹിയിൽ CAക്കാർക്ക് പ്രത്യേകമായിട്ട് ഒരുപാട് CA കോച്ചിങ്ങുകൾ കൊടുക്കുന്ന സിവിൽ സർവീസ് കോച്ചിങ് ICA ഓക്കെ, അവിടെയുണ്ട്. അതാണ് ഇന്ത്യയിൽ തന്നെ മികച്ച. ഇപ്പൊ കേരളത്തിൽ ഏതൊക്കെയാണ് CA സെന്ററുകൾ മികച്ചത്? ഓക്കെ, ജസ്റ്റ് എ സെക്കൻഡ്, പ്ലീസ് കം സർ. ഓക്കെ, ഇതിന് ICAക്ക് 3 ചാപ്റ്ററുകളാണ് കേരളത്തിലുള്ളത്. 4 ചാപ്റ്ററുകളുണ്ട്. ഓക്കെ, തൃശ്ശൂര്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് എന്നിവിടങ്ങളിലായി 4 ചാപ്റ്ററുകളും ICAക്ക് ഉണ്ട് കേരളത്തിൽ. അവിടെയും ട്രൈ ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെൽഫ് കോച്ചിങ് ആണ്. ഏതെങ്കിലും CA കിട്ടിയ, ഓൾറെഡി CA പ്രൊഫഷണലായിട്ട് ജോബ് ചെയ്യുന്ന ആളുടെ കീഴിലുള്ള ഒരു ട്രെയിനിങ് ആയിരിക്കും ഏറ്റവും നല്ലത്. അവർക്കാണ് യഥാർത്ഥത്തിൽ എന്താണ് പഠിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള വളരെ വ്യക്തമായ ധാരണ ഉള്ളത്. അപ്പോൾ ആ ഒരു ട്രെയിനിങ് ആണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതിനെ തുടർന്നുണ്ടാവുന്ന സെൽഫ് കോച്ചിങ്. പിന്നെ ഇന്ത്യയിലെ അറിയപ്പെട്ട സ്ഥാപനങ്ങൾ ഇതാണ്. ഇപ്പോ കേരളത്തിൽ ഇപ്പോ അബ്ദുൽ ഖാദർ മാഷ് ഇവിടെ തന്നെയുണ്ട്. അദ്ദേഹത്തിന് പരിചയമുള്ള 3-4 സ്ഥാപനങ്ങൾ അദ്ദേഹം പറഞ്ഞു. ക്രസന്റ്. ഓക്കെ ഓക്കെ, ചെന്നൈയിലുള്ള പാലിയോന്റോളജിയില് കോഴ്സ് എവിടെയുള്ളത് എന്നുള്ളതാണ്. അത് ഫോസിലുകളെ കുറിച്ചുള്ള പഠനമാണ് പാലിയോന്റോളജി. അത് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി HCUയുടെ അവിടെ ഫോസിൽ പഠനമുണ്ട്, പാലിയോന്റോളജി കോഴ്സുകളുണ്ട്. അതിൽ ഗവേഷണവും അവിടെ നടക്കുന്നുണ്ട്. ഈ വർഷത്തെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷന്റെ സമയം കഴിഞ്ഞു. ഫെബ്രുവരി 1st വീക്കിൽ അതിന് നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. അപ്പൊ ഇനി അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് ട്രൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ് ശബ്ദം കേൾക്കാമോ? നൂറാനി ഉസ്താദ്. അൽഹംദുലില്ലാഹ്. ഓക്കെ, താങ്ക് യു. നമുക്ക് ഈ ശ്രോതാക്കൾക്ക് ഉപകാരപ്പെടുന്ന വേറൊരു വിഷയം കൂടി ഉണ്ട്. ഞാൻ നേരത്തെ
ജലീൽ സാഹിബ് സൂചിപ്പിച്ചിരുന്നു, നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ കീഴിലുള്ള ഉപരിപഠനത്തിന് മതപരവും ഭൗതികപരമായും രണ്ടും കൂടി ഒന്നിച്ചുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽസ് കൊടുത്താൽ പലവർക്കും അത് ഉപകാരപ്പെടും. നമുക്ക് നമ്മുടെ SLC കഴിഞ്ഞവരും അതുപോലെ +2 കഴിഞ്ഞവരും ഇസ്ലാമിക്കും കൂടി പ്രത്യേകിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളൊന്ന് അതിന്റെ ഒരു ഡീറ്റെയിൽ ചുരുക്കി വിവരണം നടത്തിയാൽ വളരെ ഉപകാരപ്പെടും. ഇടപെട്ടതിന് ക്ഷമിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നല്ലൊരു ഉപകാരപ്രദമായ ഒരു ചോദ്യമാണ് ചോദിച്ചത്. ദഅവ കോളേജുകളുടെ ഡീറ്റെയിൽസ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മതവും ഭൗതികവും കൂടി പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ. കേരളത്തിൽ 150ഓളം ദഅവ കോളേജുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ അൽഹംദുലില്ലാഹ് നമ്മുടെ ഉസ്താദുമാരുടെ ഒക്കെ നല്ല ദീർഘവീക്ഷണത്തോടു കൂടി നല്ല കോഴ്സുകളും ഡിസൈൻ ചെയ്തുകൊണ്ട് നടത്തുന്നുണ്ട്. അൽഹംദുലില്ലാഹ് 10ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക്, ആൺകുട്ടികൾക്ക് അല്ലെങ്കിൽ 12ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സൗകര്യപ്പെടുന്ന രൂപത്തിലുള്ള കോഴ്സുകളാണ് ഇത്തരം ദഅവ കോളേജുകളിലുള്ളത്. 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക് +1 +2 അതോടൊപ്പം തന്നെ ഗ്രാജുവേഷൻ, ചില ദഅവ കോളേജുകളിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കൂടി കൊടുക്കുന്നുണ്ട്. അതുവരെ തുടർന്ന് പഠിക്കാനും നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ക്യൂകളും IQ, EQ, CQ, അതുപോലെ SQ, സ്പിരിച്വൽ കോഷ്യന്റ് ഒക്കെ അടക്കം പ്രസംഗ പാഠവും ഭാഷയിലുള്ള കഴിവും ഒക്കെ പരിഗണിച്ച് ഒരുപാട് ട്രെയിനിങ്ങുകളും ഈ കോഴ്സുകളിൽ കൊടുക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിലെ പൂനൂര് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മർക്കസ് ഗാർഡൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്ന മദീനത്തുന്നൂർ കോളേജ് ഓഫ് ഇസ്ലാമിക് സയൻസ് ഉണ്ട്. അതുപോലെ കൊണ്ടോട്ടിയില് ബുഖാരി ദഅവ കോളേജ് ഉണ്ട്. അതുപോലെ മജ്മഅ ദഅവ കോളേജ് കേരളത്തിലെ ആദ്യത്തെ ദഅവ കോളേജാണ്. അരീക്കോട്, മലപ്പുറം ജില്ലയിൽ അരീക്കോട് മജ്മഅ, അവിടെയും ദഅവ കോഴ്സുകളുണ്ട്. അതുകൂടാതെ മടവൂർ ദഅവ കോളേജ്, കാരന്തൂര് മർക്കസിൽ തന്നെ ദഅവ കോളേജ് ഉണ്ട്. അതുപോലെ കോടമ്പുഴ ദാറുൽ മആരിഫ്, അതിന്റെ സമ്മേളനം, വാർഷിക പരിപാടി ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞു. അവിടെയും നല്ല ദഅവ കോളേജ് ബാബ ഉസ്താദിന്റെ ഒക്കെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. അതുപോലെ മഅദിൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ, മഅദിലും മൂന്നിലധികം ദഅവ കോളേജുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയും നല്ല കോഴ്സുകളാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ദാറുൽ അമാൻ, അതുപോലെ നുസ്രത്ത് രണ്ടത്താണി, അങ്ങനെ തുടങ്ങി ഒരുപാട് ദഅവ കോളേജുകൾ ഇന്ന് കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയൊക്കെ കോഴ്സുകൾ നമ്മൾ ഒരുപാട് ആയിരങ്ങളും പതിനായിരങ്ങളും ഒക്കെ ചെലവാക്കി അല്ലെങ്കിൽ ലക്ഷങ്ങൾ ഫീ കൊടുത്ത് പഠിപ്പിക്കുന്ന പ്രൊഫഷണൽ കോഴ്സുകളെക്കാൾ നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ദഅവ കോളേജുകൾ എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് കൂടുതൽ ഡീറ്റെയിൽസ് മറ്റ് സമയങ്ങളിലായിട്ട് ഇസ്ലാമിക പഠനം നടത്തുന്ന, അതോടൊപ്പം ഭൗതിക വിഷയങ്ങൾ കൂടി പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ, അത് നമ്മളെ നന്നായി ശ്രദ്ധിച്ച് കുട്ടിയുടെ കഴിവും അതുപോലെ നേരത്തെ പറഞ്ഞ അഭിരുചിയും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മള് ദഅവ കോളേജുകളിലേക്ക് പറഞ്ഞയച്ചാൽ മതി. പേരൻസിനൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടാവും നമ്മളെ മകനെ മുതലിമാക്കണം, പണ്ഡിതനാക്കണം ഒക്കെ. അപ്പൊ അവർക്ക് അതിനുള്ള കഴിവും താല്പര്യവും കൂടി ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. എൻ്റെ മകന് ഇപ്പം 10ാം ക്ലാസ് എഴുതിയത്, അവന് 84% മാർക്കുണ്ടെന്നാണ് പറഞ്ഞത്. അവന് ഇംഗ്ലീഷിലും ഫിസിക്സിലും ആണ് താല്പര്യം. അതിന് എന്താണ്, പിന്നെ വലിയ പൈസ ഒന്നും കൊടുത്ത് പഠിക്കാനുള്ള സാമ്പത്തിക ശേഷിയൊന്നും എനിക്കില്ല. അപ്പോൾ അവന് എന്തെങ്കിലും ഒരു ജോലിക്ക് കിട്ടണം എന്നുള്ള ഇതാണ്. അപ്പോൾ എത്ര കഴിയുന്നത്, എത്ര വർഷം പഠിക്കണം, അത് ഏതിലേക്കാണ് നീങ്ങുന്നത് നല്ലത് എന്നറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ചോദ്യം ഞാൻ മനസ്സിലാക്കിയത് ഇതാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥി, അവന് താല്പര്യമുള്ള വിഷയങ്ങൾ ഫിസിക്സും ഇംഗ്ലീഷുമാണ്. അതേസമയം പേരന്റിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് വേഗം ഒരു ജോലിയാണ്. അപ്പൊ ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അവന് ഫിസിക്സ് ആണ് താല്പര്യമെങ്കിൽ അവന് +1 സയൻസ് എടുക്കണം.
അതിനെ തുടർന്ന് ഫിസിക്സ് കേന്ദ്രീകരിച്ച് ഫിസിക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആരും മൈക്കിലേക്ക് ചാടല്ല പ്ലീസ്. ചോദ്യകർത്താവിന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ ശേഷം അടുത്ത ചോദ്യകർത്താവ് എടുക്കുക. ജലീൽ സാഹിബ് എത്തിയ? ഓക്കെ. അപ്പൊ നേരത്തെ എന്റെ ആ റിക്വസ്റ്റ് ഫുൾ കംപ്ലീറ്റ് ആയിട്ടില്ല നൂറാൻ ഉസ്താദ്. എന്റെ ഉദ്ദേശം പ്രത്യേകിച്ച് പ്രവാസികൾ പലവരും 10th അല്ലെങ്കിൽ +2 കഴിഞ്ഞാല് നാട്ടിൽ ഇതുപോലെ ഹോസ്റ്റലിലാക്കി സയൻസിനോ അല്ലെങ്കിൽ കമേഴ്സിനോ എടുത്തിട്ട് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ പോയവർ പലവരും മറ്റ് മതപരമായിട്ട് ഒരു ടച്ചും ഇല്ലാത്ത ഹോസ്റ്റലിലും അതല്ലെങ്കിൽ മറ്റ് നമ്മുടെ ആശയത്തോട് വിയോജിപ്പുള്ള ഹോസ്റ്റലുമായിട്ട് അവരുടെ ഭാവി നഷ്ടപ്പെടുന്നുണ്ട്, പ്രത്യേകിച്ച് മതപരമായ വിഷയത്തിൽ. അതുപോലെ പെൺകുട്ടികളുണ്ട്. അതുപോലെ പെൺകുട്ടികൾ ഇതുപോലെ പഠിക്കാൻ പെൺകുട്ടികൾക്ക് മാത്രമുള്ള ഹോസ്റ്റലിന്റെ ഒരു ഡീറ്റെയിൽ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ പക്ഷെ അത് വളരെ ഉപകാരപ്പെടും. അതൊരു നീണ്ട വിഷയമാണ്, എങ്കിലും ഒന്ന് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശ്രോതാക്കൾക്ക് ഉപകാരപ്പെടുമെന്ന് അറിയിക്കുന്നു. അതുപോലെ ചോദ്യകർത്താക്കൾ വളരെ പെട്ടെന്ന് ചോദിച്ചിട്ട് മൈക്ക് റിലീസ് ചെയ്യണം. ആരും മൈക്കിലേക്ക് ചാടില്ല. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നില്ലേ? എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ ഇപ്പോൾ 10th പഠിക്കുന്നത്. 10th കഴിഞ്ഞാൽ സയൻസ് എടുത്ത് പഠിക്കാൻ കഴിയണ നല്ല എഫിഷ്യൻ്റ് ആയ കോളേജ്, നമ്മുടെ സംഘടനയായിട്ട് ബന്ധമുള്ള കോളേജ് എന്താണെന്ന് പറഞ്ഞു തന്നാൽ നല്ല ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും. ദേവ കോളേജുകളിൽ നല്ല ചോദ്യമാണ്. സയൻസിന് ആപ്റ്റിറ്റ്യൂഡുള്ള ദേവ കോളേജിൽ പഠിക്കണം ആഗ്രഹമുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ ഞാൻ പറഞ്ഞ ഈ ദേവ കോളേജുകളിൽ പൊതുവെ +1 സയൻസ് എടുക്കാറില്ല. അതിന് പല കാരണങ്ങളാണ്. ഒന്ന്, ഏറ്റവും വലിയ കാരണം എന്താണെന്ന് വെച്ചാല് കിതാബും പഠിക്കണം, സയൻസ് വിഷയങ്ങളും പഠിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും സയൻസ് പഠിക്കാൻ തന്നെ ശരിക്കും സമയം ഉണ്ടാവില്ല. നമുക്ക് സ്കൂളിലൊക്കെ ഉള്ള ഒരു അനുഭവമാണത്. അതിന്റെ ലാബും പ്രാക്ടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ടും കൂടി പഠിക്കാനുള്ള സമയം പരിഗണിച്ച് പല സ്ഥലത്തും +1 ദേവ കോളേജുകളിൽ എന്തെടുക്കാറില്ല, സയൻസ് ഗ്രൂപ്പ് ഓപ്റ്റ് ചെയ്യാറില്ല. എന്നിരുന്നാൽ പോലും 2 കോളേജുകളിൽ, ഒന്ന് വെണ്ണക്കോട് MDSൽ, കോഴിക്കോട് ജില്ലയിലെ MDSൽ പിന്നെ സയൻസ് കോഴ്സുകളാണ് +1 തരുന്നത്. അവിടെ നല്ല മികച്ച ലാബും ഉണ്ട്, അവൈലബിൾ ആണ്. സയൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഈ വർഷം മുതൽ സിറാജുൽ ഹുദ, ഞാൻ നേരത്തെ വിട്ടുപോയതാണ് പറയാൻ, സിറാജുൽ ഹുദ ദേവ കോളേജ് നല്ല ട്രാക്ക് റെക്കോർഡ് ഉള്ള ഒരു കോളേജാണ്. സിറാജുൽ ഹുദ ദേവ കോളേജിലും ഈ പറഞ്ഞതുപോലെ +1 സയൻസിനുള്ള അവസരമുണ്ട്. അതിന് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും അതിന് പറ്റിയ ആളുകളൊക്കെ അവർ ടെസ്റ്റ് ചെയ്യും, ഇന്റർവ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ 2 സ്ഥാപനങ്ങളിൽ ബന്ധപ്പെട്ടാൽ +1 സയൻസ് പഠിച്ചുകൊണ്ട് ദേവ കോഴ്സ് ചെയ്യാവുന്നതാണ്. ഉസ്താദെ, ഞാൻ നേരത്തെ ചോദിച്ചതിന് മറുപടി ഈസി ആയിട്ട് ഉസ്താദ്. ഹലോ, 10th ക്ലാസ്സിലെ ഫിസിക്സും മറ്റേ ഇംഗ്ലീഷിൻ്റെ അത് ഫിസിക്സ് +1 +2 എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് DC ആയി. അതിനെപ്പറ്റി ഒന്ന് ഫുള്ളായിട്ടൊന്ന് പറയൂ ഉസ്താദ്. ക്ലിയർ? നേരത്തെ ചോദിച്ചത് ഞാൻ ആൻസർ പറഞ്ഞിരുന്നു. അതിനിടക്ക് മൈക്ക് കട്ടായ വിഷയം ഞാൻ അറിഞ്ഞില്ല. അതായത് ഫിസിക്സ് ഇംഗ്ലീഷ് താല്പര്യമുള്ള ഒരു സ്റ്റുഡന്റ്, അവന് ഏറ്റവും നല്ലത് BSc ഫിസിക്സ് അല്ലെങ്കിൽ BA ഇംഗ്ലീഷ് പഠിക്കലാണ്. ഇത് എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പിന്നെ ഇതിൽ ഏതാണ് അവന് ഏറ്റവും കൂടുതൽ താല്പര്യം എന്നുള്ളത് കണ്ടെത്തണം. BA ഇംഗ്ലീഷ് എന്ന് പറയുന്നത് പിന്നെ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള താല്പര്യമാണ്. അതുപോലെ തന്നെ BSc ഫിസിക്സ് എന്ന് പറയുന്നത് ശാസ്ത്ര വിഷയം, ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അവന് താല്പര്യമുള്ളത് ഏറ്റവും കൂടുതൽ ഫിസിക്സ് ആണ് താല്പര്യമെങ്കിൽ അവന് +1 സയൻസ് എടുത്തതിന് ശേഷം BSc ഫിസിക്സ് ആണ് അവൻ ചെയ്യേണ്ടത്. അതുപോലെ ഇംഗ്ലീഷ് ആണ് അതിനേക്കാൾ താല്പര്യമെങ്കിൽ +1
ഏറ്റവും നല്ലത് ഹ്യൂമാനിറ്റീസ് വിഷയമാണ്, അത് അവന് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ വർഷം. അപ്പോൾ പെട്ടെന്ന് തന്നെ ജോലി കിട്ടുക എന്നുള്ളത് ഏറ്റവും ചുരുങ്ങിയ നേരത്തെ മാഷ് പറഞ്ഞതുപോലെ +2 ആണ് ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ. അത് കഴിഞ്ഞ് ഗ്രാജുവേഷൻ കിട്ടിയാലേ ശരിക്ക്, അല്ലെങ്കിൽ ഒരു ഡിപ്ലോമയെങ്കിലും ചെയ്താലേ നമുക്ക് ജോലിയിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. ഖാദർ മാഷ് ഓപ്റ്റ് ചെയ്യുന്ന പറയുന്ന ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാല്, അവന് BSc ഫിസിക്സിന് പോകുന്നതായിരിക്കും നന്നാവുക എന്നതാണ്. 10th കഴിഞ്ഞ പ്ലസ് ടു സയൻസ് അല്ലേ? ഓക്കെ. +2 സയൻസിന് പോയാൽ അതിൽ ഇംഗ്ലീഷും ഓൾറെഡി പഠിക്കാനുള്ള സംവിധാനം ഉണ്ട്. അപ്പൊ ഇംഗ്ലീഷും പഠിക്കാം, ഫിസിക്സും പഠിക്കാനുള്ള സംവിധാനം +1 സയൻസിലും +1 +2 സയൻസുകളിൽ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട്. അത് ഏതായാലും +2 കഴിയുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതെ. ഫിസിക്സിൽ തന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഏരിയകളുണ്ട്. ആസ്ട്രോണമി, അതുപോലെ ഫിസിക്സിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നാനോ ടെക്നോളജി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പുതിയ കോഴ്സുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. ISROയിൽ അതുപോലെ സയന്റിഫിക് രംഗത്ത് ഒരുപാട് കോഴ്സുകളും ഡിപ്ലോമകളും നമുക്ക് ചെയ്യാൻ പറ്റും. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ് കേൾക്കുന്നുണ്ടാ? എൻ്റെ മകന് BBM കഴിഞ്ഞ് പിന്നെ സേഫ്റ്റി ഓഫീസറും ചെയ്തിരിക്കുകയാണ്. അപ്പം PG ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ PGക്ക് എന്ത് വേണ്ടി എന്നാ പറയണം, അതിന് ചെലവെല്ലാം ഒട്ടും വരുമോന്ന് അറിഞ്ഞാലും അല്ലായിരുന്നു. BBM ചെയ്തതിൻ്റെ ശേഷം ഇപ്പോൾ സേഫ്റ്റി ഓഫീസർ ചെയ്തിരിക്കുന്നു. UK US എക്സാം എഴുതിയിട്ട് അതിൽ നല്ല ഡിസ്റ്റൻസിൽ തന്നെ പാസ്സായിക്കുന്നു സേഫ്റ്റി ഓഫീസർ കഴിഞ്ഞിട്ട്. ഇപ്പോൾ ഗൾഫിലൊക്കെ വരണമെന്ന് നിൽക്കുന്നുണ്ട്. PG ചെയ്യണം. ചോദ്യം മുഴുവനായി കേട്ടില്ല. നേരിട്ട് ജോലിക്ക് ട്രൈ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിലെ ഉപരിപഠനമാണ് ഇപ്പം ചോദിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. BBA കോഴ്സ് കഴിഞ്ഞു, അതുപോലെ സേഫ്റ്റി ഓഫീസർ ടെസ്റ്റുകൾ എന്തോ എഴുതിയെന്നും പറഞ്ഞു. അപ്പോൾ MBAക്ക് ചേരുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ നേരത്തെ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, മാനേജ്മെന്റ് കോഴ്സുകൾക്ക് ഇന്ത്യയിൽ അറിയപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്നാണ് നമ്മൾ MBA ചെയ്യേണ്ടത്. MBA നമുക്കറിയാം, ഫീസ് കൊടുത്താൽ ഒരുപാട് MBAകൾ പല സ്ഥലത്തുനിന്നും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പല ഏരിയകളും, ഫൈനാൻസിലും മാർക്കറ്റിങ്ങിലും അതുപോലെ പല വിഷയത്തിലും സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള MBAകൾ അവൈലബിൾ ആണ്. അതേസമയം MBAക്ക് നമ്മൾ ചേരുമ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് IIM-ലെ MBA ആണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. IIM-ൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ CAT എക്സാം നമ്മൾ എഴുതണം. CAT എക്സാമിലെ റാങ്ക് ലിസ്റ്റ്, നമ്മൾ എഞ്ചിനീയറിംഗിനും മെഡിക്കലിനും ഒക്കെ റാങ്ക് ലിസ്റ്റിൽ വരുന്നത് പോലെ CAT എക്സാമിനേഷന്റെ റിസൾട്ടിൽ വരുന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരമാണ് IIM-ലേക്ക് പ്രവേശനം കൊടുക്കുന്നത്. അപ്പൊ CAT-നുള്ള പ്രിപ്പറേഷൻ ആണ് അവൻ നടത്തേണ്ടത്. ഇനി IIM-ൽ അഡ്മിഷൻ ജസ്റ്റ് ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ IIM കഴിഞ്ഞാൽ ഏറ്റവും നമ്പർ 1 ഡൽഹിയിലുള്ള ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റിയിലെ MBA ഡിപ്പാർട്ട്മെന്റ് ആണ്. അതാണ് IIM-കൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മത്സരം, അതായത് കൂടുതൽ ആളുകളും ഒപ്റ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്, മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ജാമിയ മില്ലിയയിലാണ്. PG ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. PG ആണ് MBA, പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സാണ് MBA. ഈ MBAക്ക് നമ്പർ 1 IIM, അത് കഴിഞ്ഞാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ജാമിയ മില്ലിയയുടെയും അതുപോലെ
AMU അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെയും MBA ഡിപ്പാർട്ട്മെന്റുകളാണ്, മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റുകളാണ് ഇന്ത്യയിലെ മികച്ച MBAകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ജാമിയ മില്ലിയയിലും അതുപോലെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലും അവര് തന്നെ നടത്തുന്ന, ഡിപ്പാർട്ട്മെന്റ് തന്നെ നടത്തുന്ന എൻട്രൻസ് പരീക്ഷ വഴിയാണ് അഡ്മിഷൻ കൊടുക്കുന്നത്. അവർ നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി അതിന്റെ റിസൾട്ടും അതോടൊപ്പം അവർ നടത്തുന്ന ഇന്റർവ്യൂവിലെ പെർഫോമൻസും കണക്കിലെടുത്താണ് അവിടെ അഡ്മിഷൻ കൊടുക്കുന്നത്. ഡിസൈനിങ് കോഴ്സുകൾ +2 കൊമേഴ്സ് കഴിഞ്ഞിട്ട് ഡിസൈനിങ്ങിനാണ് ഇൻട്രസ്റ്റ്, ഫാഷൻ ഡിസൈനിങ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നല്ല സ്ഥാപനങ്ങൾ ഇന്ത്യയുടെ പല ഭാഗത്തുണ്ട്. ഫീമെയിലാണ്. യെസ്. ഫാഷൻ ഡിസൈനിങ്ങില് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് നിഫ്റ്റ് ആണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി. അത് സെൻട്രൽ ഗവൺമെന്റിന്റെ സർട്ടിഫിക്കേഷനുള്ള കോഴ്സുകളാണ്. ഹൈദരാബാദില് അതിന്റെ സെൻട്രൽ ഓഫീസ് ഉണ്ട്. ഇന്ത്യയുടെ പല ഭാഗത്തും അതിന്റെ ക്യാമ്പസുകളുണ്ട്. കേരളത്തിൽ കണ്ണൂര് ധർമ്മശാലയില് അതിന്റെ ക്യാമ്പസ് ഉണ്ട്. അപ്പോ ഫാഷൻ ഡിസൈനിങ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡിപ്ലോമ കോഴ്സുകളാണ് കൂടുതലും. BSc അതായത് ഗ്രാജുവേഷൻ കോഴ്സുകൾ ഉണ്ട്. പലപ്പോഴും പല സ്ഥാപനങ്ങളിലും ഫാഷൻ ഡിസൈനിങ്ങിൽ 1 വർഷത്തെ അതല്ലെങ്കിൽ 2 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഡിപ്ലോമ ചെയ്താൽ മതിയാവും. ഫാഷൻ ടെക്നോളജി പറഞ്ഞാൽ നേരിട്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ ഡിപ്ലോമ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഏതെങ്കിലും എക്സ്പീരിയൻസ്, നേരത്തെ ഞാൻ വിശദീകരിച്ചതുപോലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചാൽ നല്ല കമ്പനികളിൽ, നമ്മുടെ സ്ഥാപനങ്ങളിൽ ഇല്ല. ഗൂഗിളില് നിഫ്റ്റ് അടിച്ചാല് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് വരും. NIFT. നമ്മുടെ സ്ഥാപനങ്ങളില് ആ ഒരു സംവിധാനമല്ല, ഫാഷൻ ഡിസൈനിങ്ങിന്റെ കോഴ്സുകൾ നടത്തുന്നില്ല. ഞാൻ 10ാം ക്ലാസ്സിലാണ്, മാത്സിലാണ് താല്പര്യം. അപ്പോൾ ഏതിലാണ് ചേരേണ്ടത്? കോമേഴ്സ് സെലക്ട് ചെയ്യാം അല്ലെ? സയൻസോ കോമേഴ്സ്? സയൻസ് പ്രിഫർ ചെയ്യാം, സയൻസിന് ചേരാം. അത് കഴിഞ്ഞതിന് ശേഷം BSc മാത്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. മർക്കസില് പെൺകുട്ടികൾക്കൊക്കെ പഠിക്കാൻ പറ്റിയ രൂപത്തിൽ +1 +2 നല്ല രൂപത്തിൽ ബനാത്തിലും അതുപോലെ ഹോസ്റ്റൽ സംവിധാനങ്ങളും നല്ല സേഫ് ആയിട്ടുണ്ട്. അപ്പൊ മർക്കസുമായിട്ട് ബന്ധപ്പെട്ടാല് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കണുണ്ടോ? ഹലോ, കേൾക്കണുണ്ടോ? ഹലോ. ഓക്കെ. ഉസ്താദ്, നേരത്തെ നമ്മളെ കരീം സാറിന്റെ ക്ലാസ് കേട്ട് ഞാൻ ജോലി സംബന്ധമായ ഒരു കാര്യത്തിന് പുറത്തു പോയത്. ഉസ്താദിന്റെ ക്ലാസ് ഒന്നും കേട്ടില്ല. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യന്റെ ആൻസറുകൾ മാത്രമാണ് കേൾക്കുന്നത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ഖൈറും ബർക്കത്തും ചെയ്യട്ടെ എന്ന് ആദ്യമായി ദുആ ചെയ്യുന്നു. പിന്നെ ദഅവ കോളേജിൽ ഉസ്താദ് പറഞ്ഞ കുറെ ദഅവ കോളേജുകളുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് ദഅവയിൽ ചേരാന്ന് പറഞ്ഞപ്പോ പ്രാഥമികമായിട്ട് എന്തെല്ലാം പിന്നെ ഒരു ബേസിക് കാര്യങ്ങളാണ് ഒരു കുട്ടിയിൽ ഉണ്ടായിരിക്കേണ്ടത്? മാർക്ക് അടിസ്ഥാനത്തിലാണോ, പിന്നെ മറ്റുള്ള എന്തൊക്കെയാണ് അതിന് പരിഗണിക്കുക എന്നൊന്ന് ഹൃസ്വമായി വിവരിച്ചെന്നാൽ നന്നായിരുന്നു. ഞാൻ മൈക്കോടുന്നു. അസ്സലാമു അലൈക്കും. ഓക്കെ. ദഅവ കോളേജുകളിൽ പ്രവേശനം, റിട്ടൺ ടെസ്റ്റ്, എഴുത്ത് പരീക്ഷ, ഇന്റർവ്യൂ, അഭിമുഖം, ഈ 2 കാര്യങ്ങളിലൂടെയാണ് പ്രവേശനം നൽകുന്നത്. ഈ എഴുത്ത് പരീക്ഷയിലും ഇന്റർവ്യൂയിലും ടെസ്റ്റ് ചെയ്യുന്നത് വിദ്യാർത്ഥിയുടെ ഒരുപാട് കഴിവുകളാണ്. ഏറ്റവും പ്രധാനമായും ടെസ്റ്റ് ചെയ്യുന്നത് മതവും ഭൗതികവും രണ്ടും പഠിക്കാനുള്ള അവന്റെ കപ്പാസിറ്റി. അതാണ് നമ്മൾ നേരത്തെ മാഷ് പറഞ്ഞതിൽ CQ ആണ് കൂടുതലും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്, അവന്റെ ക്രിയേറ്റിവിറ്റി.
മാർക്ക് പലപ്പോഴും പല ദവാ കോളേജുകളിലും പരിഗണിക്കാറില്ല. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ 100% കിട്ടിയ വിദ്യാർത്ഥിക്ക് ഒരു പക്ഷേ ദവാ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടിയെന്ന് വരില്ല. അപ്പൊ അവന്റെ ആ ഒരു കഴിവ് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള കഴിവ്, അവന് ആശയവിനിമയം നടത്താനുള്ള കഴിവ്, അതുപോലെ തന്നെ മതപരമായി ഏറ്റവും ചുരുങ്ങിയത് 7ാം ക്ലാസ് വിദ്യാഭ്യാസം, ഏറ്റവും ചുരുങ്ങിയതാണ് 7ാം ക്ലാസ് പാസ്സായ 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് കിട്ടിയ ആളുകളെ ചില കോളേജുകൾ പരിഗണിക്കാറുണ്ട്. പൊതുവെ ഇത് രണ്ടും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അതിനുള്ള ഒരു കഴിവുള്ള കുട്ടികളെയാണ് ദവാ കോളേജുകളിലേക്ക് സെലക്ട് ചെയ്യാറുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആളുകൾ കുറെ കൈയുയർത്തി നിൽക്കുന്നുണ്ട്, പക്ഷെ ആരും മൈക്കെടുത്ത് കാണുന്നില്ല. ചോദ്യോർത്താക്കൾ ചോദിക്കാനാണെങ്കിൽ പെട്ടെന്ന് മൈക്കിലേക്ക് വരിക, സമയം നഷ്ടപ്പെടുത്തരുത് എന്ന് ഉണർത്തുന്നു. എനിക്ക് അതിനിടയിലൊന്നും ചോദിക്കാനുള്ള ചോദ്യം, ഞാൻ ഇടയ്ക്കൊന്ന് പുറത്തു പോയി, ആരെങ്കിലും അത് വിഷയ സംബന്ധമായി ചോദിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. പിന്നെ പ്ലസ് ടു കഴിഞ്ഞ പെൺകുട്ടി സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കുന്ന കുട്ടിയാണ്, പഠിക്കാനും മോശമില്ല. അപ്പൊ പ്ലസ് ടു കഴിഞ്ഞ ഒരു പെൺകുട്ടിക്ക് നമുക്ക് ഹോസ്റ്റൽ സൗകര്യത്തോടുകൂടി പഠിക്കാൻ പറ്റിയ ഏതെങ്കിലും കോഴ്സ് നമ്മുടെ ഏതെങ്കിലും സ്ഥാപനത്തിലുണ്ടോ എന്നാണ് അറിയേണ്ടത്. പ്ലസ് ടു കഴിഞ്ഞ പെൺകുട്ടി സയൻസ് ഗ്രൂപ്പ് എടുത്ത് പ്ലസ് ടു പഠിച്ച് പാസ്സായ ഒരു കുട്ടിക്ക് അത് തുടർന്ന് പിന്നെ മെഡിക്കൽ പാരാമെഡിക്കൽ ഫീൽഡിൽ നമ്മുടെ ഏതെങ്കിലും സ്ഥാപനത്തിൽ ഹോസ്റ്റൽ സൗകര്യത്തോടുകൂടി പഠിക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങൾ ഏതാണ് എന്താണുള്ളത് എന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു. മൈക്ക് റിലീസ് ചെയ്യും. അസ്സലാമു അലൈക്കും. സയൻസ് കഴിഞ്ഞ പെൺകുട്ടിക്ക് നമ്മുടെ സ്ഥാപനത്തിൽ ഏതെങ്കിലും സയൻസ് ഫീൽഡിലുള്ള ഡിഗ്രി കോഴ്സുകൾ ഉണ്ടോ എന്നതാണ് ചോദ്യം. മർക്കസിൽ അതിനുള്ള സംവിധാനമുണ്ട്. BSc കെമിസ്ട്രി, BSc ഫിസിക്സ്, BBA, BCom കോഴ്സുകളൊക്കെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി ഏത് കോഴ്സാണ് വേണ്ടത് എന്നറിയില്ല. പൊതുവേ ഉള്ളൊരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. BSc പ്ലസ് ടു സയൻസ് കഴിഞ്ഞു, വേറെ മർക്കസിൽ തന്നെയാണ് പ്രധാനമായിട്ട് എൻ്റെ അറിവനുസരിച്ച് പെൺകുട്ടികൾക്ക് നല്ലൊരു അതായത് പ്ലസ് ടു സയൻസ് കഴിഞ്ഞ പെൺകുട്ടികൾക്ക് തുടർന്ന് പഠിക്കാനുള്ള ഒരു സംവിധാനം ഉള്ളത്. പിന്നെ കാസർഗോഡ് സഅദിയയിൽ കോഴ്സ് ഉണ്ട്, പക്ഷെ അവിടെ പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ ഇല്ല. അങ്ങനത്തെ ഒരു പരിമിതി ഉണ്ട് അവിടെ. അല്ലെ ഉസ്താദെ, ഡിഗ്രി ഓക്കെ, BSc ഓക്കെ, അതല്ലാതെ ഈ പാരാമെഡിക്കൽ കോഴ്സ് ഏതെങ്കിലും ഇപ്പൊ B.Pharm, D.Pharm അല്ലെങ്കിൽ അതുപോലെ പിന്നെ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് അതുപോലുള്ള പാരാമെഡിക്കൽ കോഴ്സ് ഏതെങ്കിലും നമ്മുടെ സ്ഥാപനത്തിൽ ഉള്ളതായിട്ട് ഏതാ ഉള്ളതെന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു. അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്, ഏതാണ് കോഴ്സ് വേണ്ടത് എന്ന് പറഞ്ഞില്ല ആദ്യം. അപ്പൊ പാരാമെഡിക്കൽ കോഴ്സുകളാണ് നമുക്ക് ആവശ്യം. അപ്പോ മർക്കസിൽ ഏതായാലും പാരാമെഡിക്കൽ കോഴ്സുകൾ ഇല്ല. പൊതുവെ കേരളത്തിലെ നമ്മുടെ മതപരമായ ചുറ്റുപാടുള്ള സ്ഥാപനങ്ങളിലൊന്നും ഈ കോഴ്സുകൾ ഇല്ല. ഓക്കെ, അൽഹംദുലില്ലാ. അപ്പൊ അതാണ് ഉദ്ദേശിച്ചത്, പാരാമെഡിക്കൽ കോഴ്സാണ് ഉദ്ദേശിച്ചത്. അപ്പൊ എനിക്ക് തോന്നുന്നു അപ്പൊ BSc നഴ്സിംഗ് അതുപോലുള്ളതും ഉണ്ടാകാൻ സാധ്യത ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്റെ അറിവിൽ ഇതുവരെ പെട്ടിട്ടില്ല, അത് അറിയാൻ വേണ്ടിയാണ് ചോദിച്ചത്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇനി ബാക്കിയുള്ള ആളുകൾ ആരെങ്കിലും ചോദ്യോർത്താക്കൾ ഇത് സംബന്ധമായി ചോദിക്കാനുള്ള ഒരു കൈ ഉയർത്തി കുറെ ആളുകൾ നിൽക്കുന്നുണ്ട്. അവർ പെട്ടെന്ന് മൈക്കെടുത്താൽ ഇൻഷാ അല്ലാഹ് നമുക്ക് സമയം വളരെ വിലപ്പെട്ടതാണ്. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. നാട്ടിലെ ഏകദേശം 11:30-12 മണിയോട് അടുക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും മൈക്കിലേക്ക് പെട്ടെന്ന് വരണമെന്ന് അറിയിക്കുന്നു. മൈക്ക് റിലീസ് ചെയ്യുന്നു. അടുത്താളെ മൈക്കെടുത്തോളൂ. പ്ലസ് ടു കൊമേഴ്സ് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് കോഴ്സിനെ പറ്റി പറയാം. ഒരു റിട്ടൺ ക്വസ്റ്റ്യൻ ആണ്. BCA കോഴ്സുകൾക്ക് നമുക്ക് ചേരാൻ പറ്റുന്നതാണ്. അതിനൊരു എൻട്രൻസ് എഴുതേണ്ടി വരും. മിക്ക യൂണിവേഴ്സിറ്റികളിലും എൻട്രൻസ് ഉണ്ട്. എൻട്രൻസ് എഴുതിയതിനു ശേഷം ചില യൂണിവേഴ്സിറ്റികളിൽ ഇന്റർവ്യൂ കൂടി ഉണ്ടാവും. അത് പാസ്സായാൽ നമുക്ക് BCA കോഴ്സുകൾ ചെയ്യാൻ പറ്റും.
അസ്സലാമു ഉസ്താദെ, ഈ 10ാം ക്ലാസ് കഴിഞ്ഞ് ഈ VHS ഇല്ലേ, സ്കൂൾ ഹൈസ്കൂളിലെല്ലാം, ഈ VHS ചേർന്നാൽ എന്തെങ്കിലും ഗുണമുണ്ടോ? അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കുക. VHS, ഹയർ വൊക്കേഷണൽ സ്റ്റഡീസ്. VHSC കോഴ്സുകള് നമ്മള് ഖാദർ മാഷ് വിശദമായിട്ട് അതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിന്റെ ഇടയിൽ. VHSC കോഴ്സുകൾ ചെയ്താൽ നമുക്ക് വേഗം ജോലി കിട്ടുമെന്നൊരു പ്രത്യേകതയാണ് VHSC കോഴ്സുകൾക്കുള്ളത്. നമുക്ക് നല്ല നല്ല IT ഫീൽഡിലേക്കും അതുപോലെ തന്നെ ഞാൻ ഖാദർ മാഷ് മൈക്ക് കാരാണ്. വളരെ ആവശ്യത്തോടു കൂടി അദ്ദേഹം ഇത്ര നേരമായിട്ട് നമ്മുടെ VHSCയില് ഒരു വിഷയമുള്ളത്, VHSCയില് സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ടാവില്ല. അതിന് പകരം GFC എന്ന് പറഞ്ഞൊരു കോഴ്സുള്ള ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ്. ഈ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വൊക്കേഷണൽ സബ്ജക്റ്റ് ആയിരിക്കും. ഉദാഹരണത്തിന് ഇപ്പം സയൻസിലാണെങ്കിൽ ഈ ലാബ് ടെക്നീഷ്യൻ എന്ന് പറയുന്നത് ഒരു ജനറൽ ഫൗണ്ടേഷൻ കോഴ്സാണ്. അപ്പൊ 4 ഗ്രൂപ്പാണ് VHSCയിലുള്ളത്. ഇപ്പം സാധാരണ ഹയർ സെക്കൻഡറിയിൽ 3 ഗ്രൂപ്പാണല്ലോ, VHSCയിൽ 4 ഗ്രൂപ്പുണ്ട്. അതിൽ സയൻസ്, പിന്നെ എഞ്ചിനീയറിങ്, പിന്നെ കൊമേഴ്സ്, ആർട്സ്, 4 ഗ്രൂപ്പാണ്. പഴയ പ്രീ ഡിഗ്രി പോലെ. അതിൽ ഏതാണെന്നുള്ളത് നിങ്ങൾ അതിനനുസരിച്ചിട്ട്, ഇപ്പം അതുപോലെ തന്നെ അഗ്രികൾച്ചർ, സയൻസിലുള്ള ഒന്നാണ് അഗ്രികൾച്ചർ, എഞ്ചിനീയറിംഗിലുള്ളതുണ്ട് പിന്നെ ഈ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള, അതുപോലെ തന്നെ പിന്നെ സൗണ്ട് കേൾക്കുന്നില്ലേ? ശബ്ദം കേൾക്കുന്നില്ലേ? മൈക്ക് വിട്ടുപിടിച്ചിട്ടാണോ? ഓക്കെ. 4 ഗ്രൂപ്പാണ് ഇതിലുള്ളത്, ഈ VHSCയിലുള്ളത്. സാധാരണ ഹയർ സെക്കൻഡറി 3 ഗ്രൂപ്പ്, ഇത് 4 ഗ്രൂപ്പ്. അതിൽ ഓരോ ഗ്രൂപ്പിനും ഓരോ GFC ഉണ്ടാവും, ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ്. അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് പോവാം, അല്ലെങ്കിൽ ജോലിക്കും പോവാം. അപ്പൊ സ്വന്തമായിട്ട് ഒരു വൊക്കേഷൻ, ഒരു ജോലി +2 കഴിയുന്നതോടുകൂടി പഠിക്കും എന്നുള്ളതാണ് ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ പ്രത്യേകത. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്റെ ചോദ്യം, എന്റെ മകളെ യുനാനി മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് തുടർന്ന് MBBS എടുക്കാൻ എന്താണ് ചെയ്യേണ്ടത്? എത്ര വർഷം പഠിക്കണം? തുടർന്ന് ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. ചോദിച്ചൊന്നും കേട്ടില്ല, ഫുൾ കട്ടായിരുന്നു. ഒന്നോട് പറയണം. ക്യാം ഇപ്പം വരും, പറയുന്നത് ശ്രദ്ധിക്കുക. ഹലോ, അസ്സലാമു അലൈക്കും. സാറേ, ഈ MBA ലോജിസ്റ്റിക്സ് നമ്മൾ കേരളത്തിന്റെ പുറത്തുനിന്ന് പഠിക്കുകയാണെങ്കിൽ ഏത് സ്റ്റേറ്റ് ആണ് നല്ലത്? അത് നല്ല ഒരു ക്വാളിറ്റിയോടെ ഇംഗ്ലീഷൊക്കെ ഡെവലപ്പായിട്ട് തന്നെ പഠിക്കാനുള്ള എവിടെയാണ് നല്ലത് എന്നൊന്ന് അഡ്വൈസ് ചെയ്യാനുണ്ട്. അസ്സലാമു അലൈക്കും. ഓക്കെ, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ലോജിസ്റ്റിക് മാനേജ്മെന്റിൽ MBA കൊടുക്കുന്നത് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോജിസ്റ്റിക് ആണ്. അതിന്റെ ആസ്ഥാനത്തെ കുറിച്ച് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. സ്ഥിരമായിട്ട് ഹിന്ദുവിന്റെ എഡ്യൂക്കേഷൻ പ്ലസിലൊക്കെ അത് വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കോ നിങ്ങൾക്ക് ഹൈദരാബാദ് അല്ലെങ്കിൽ ബോംബെ തുടങ്ങിയിട്ടുള്ള ഉയർന്ന സ്ഥലങ്ങളിലുള്ള
ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കും കുറച്ചും കൂടി നന്നാവുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ ഈ പറഞ്ഞതുപോലെ പിന്നെ ഇതാണ്, ഈ ലാംഗ്വേജ് ഡെവലപ്മെന്റ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, അതിനൊക്കെ ഏറ്റവും പറ്റുന്ന ഒരു ഏരിയ ആണത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ നിലവിലുണ്ട്. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിനെ കുറിച്ചിട്ട് വലിയ ധാരണയില്ല, അത് അന്വേഷിച്ച് പറയാവുന്നതാണ്. അത് അതിന് ഹോസ്റ്റലോട് കൂടി അതിന്റെ ഫീസ് 2 വർഷമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏകദേശം എത്രയാകും? ഇവിടെ ടെസ്റ്റിൽ ഒരാൾ ചോദിക്കുന്നുണ്ട്, എനിക്കും അറിയാൻ ആഗ്രഹമുണ്ട്. അതിന്റെ ഏകദേശം ഫീസും ഹോസ്റ്റലോട് കൂടിയുള്ള ഫീസ് ഏകദേശം എത്ര വരും എന്നൊന്ന്. അത് ചീപ്പ് പ്രൈസിന്റെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ഉണ്ടോ, അങ്ങനെ എടുക്കാൻ പറ്റുമോ? ഓക്കെ. ഈ ലോജിസ്റ്റിക് മാനേജ്മെന്റിൻ്റെത് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് അനുസരിച്ചിട്ട് ഫീസ് മാറും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോജിസ്റ്റിക്കിൽ വളരെ നല്ല ഫീസ് ഉണ്ട്. അത് എത്രയാന്നുള്ളത് ഇപ്പോൾ ഒരു അപ്രോക്സിമേഷൻ പോലും നടത്താൻ പറ്റില്ല. ലക്ഷങ്ങൾ തന്നെ ഫീസ് കൊടുക്കണം. അതേസമയം പിന്നെ അതിനൊക്കെ ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്കോളർഷിപ്പുകളും കിട്ടുന്നുണ്ട്. അപ്പൊ അത് ഒന്നുകൂടി ആലോചിച്ചിട്ട് പറയാവുന്നതാണ്. ഇപ്പൊ കൃത്യമായിട്ടുള്ളൊരു മറുപടി ആ വിഷയത്തിൽ പറയാൻ പറ്റില്ല. അസ്സലാമലൈക്കും. ഉസ്താദേ, VHSCക്ക് എത്ര വർഷത്തെ കോഴ്സാണ്? അത് ഏത് വിഷയത്തിലാണ് അതിന്റെ സ്കോപ്പ്? എത്ര വർഷം പഠിച്ചാൽ അതിന്റെ ഏകദേശം ഒരു ജോലി കിട്ടുന്ന വർഷം? അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാം. നിങ്ങളിപ്പോ ചോദിച്ച കോഴ്സ് ഏതാണെന്ന് മനസ്സിലായിട്ടില്ല. ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആയിട്ട് ചോദിക്കണം. ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ പ്ലീസ്. അസ്സലാമലൈക്കും. ഞാൻ നേരത്തെ ലോജിസ്റ്റിക്സ് ചോദിച്ചിരുന്നു, ഉത്തരം കിട്ടി അൽഹംദുലില്ലാ. പിന്നെ എനിക്കറിയേണ്ടത്, നമ്മുടെ ഈ മാനേജ്മെന്റ് ലെവലിലേക്ക് നമ്മൾക്ക് വളരാൻ വേണ്ടി കമ്മ്യൂണിക്കേഷൻ സ്കില്ലും മറ്റുള്ള മാനേജറിയൽ സ്കില്ലും ഒക്കെ കിട്ടാൻ വേണ്ടി അതിന് ഏതാണ് പഠിക്കുക? ലോജിസ്റ്റിക് തന്നെ കിട്ടുന്നില്ലെങ്കിൽ വേറെ ഏത് MBA പഠിച്ചാൽ നമുക്ക് ആ സ്കില്ലിലേക്ക് എത്താൻ പറ്റും, ഒരു മാനേജറിയൽ ലെവലിലേക്ക് നമുക്ക് വളരാൻ പറ്റും? അതൊന്ന് അഡ്വൈസ് ചെയ്താൽ. ഒരു നോർമലായിട്ടുള്ള ഒരു MBA. അസ്സലാമു അലൈക്കും. ഓക്കെ, ഇത് ഒരു വളരെ ജനറൽ ആയിട്ടൊരു ചോദ്യമാണ്. നിങ്ങൾ ഏത് കോഴ്സിന് ചേർന്നാലാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ പവർ അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാന്നുള്ളത്, പ്രത്യേകിച്ച് MBA എന്ന് പറയുന്നത് വളരെ വിശാലമായിട്ടൊരു കോഴ്സാണ്. അതിനൊരുപാട് സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് MBA ഈവൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, MBA പിന്നെ ഫിനാൻസ് മാനേജ്മെന്റ്, മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, ഈ ഓപ്പറേഷൻസ് റിസർച്ച് അഥവാ ഓപ്പറേഷൻസ് മാനേജ്മെന്റ്, പ്രൊഡക്ഷൻ മാനേജ്മെന്റ്, ഇങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോ ബേസിക് ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. ഇനിയോ ഈ MBA കഴിയുന്നതോടുകൂടി ഒരു വലിയ വിപ്ലവമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അതേസമയം നമ്മൾ ചെയ്യുന്ന സ്ഥാപനം, നമ്മൾ ചെയ്യുന്ന കോഴ്സിന്റെ സ്വഭാവം, നമ്മുടെ കോളേജിന്റെ സ്വഭാവം, നമ്മുടെ പിന്നെ സാഹചര്യം, ഇതൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മുടെ മറ്റ് ഡെവലപ്മെന്റ്സ്. അത് MBA എന്ന് മാത്രമല്ല, ഏത് കോഴ്സും അങ്ങനെ തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനം MBA ഒരു മാനേജീരിയൽ ലെവലിലേക്ക് പോവേണ്ട കോഴ്സ് ആയതുകൊണ്ട് ഒരു മാനേജീരിയൽ ലെവലിൽ ആവശ്യമായിട്ടുള്ള ക്വാളിറ്റീസ്, ഉദാഹരണം ലീഡർഷിപ്പ്, നല്ല കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ നല്ലൊരു മാനേജീരിയൽ കപ്പാസിറ്റി, ഇതൊക്കെ പറ്റുന്ന തരത്തിൽ ഓട്ടോമാറ്റിക്കലി അതിൽ നിന്ന് മൗൾഡായിട്ട് വരും. അതിൽ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ന് പറയുന്നത് IIMs ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ നേരത്തെ നൂറാനി സൂചിപ്പിച്ചതുപോലെയുള്ള മറ്റ് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ?
ഉസ്താദെ പിന്നെ എൻ്റെ ഒരു മോനിപ്പോ തമിഴ്നാട്ടിൽ പോയിട്ട് മെക്കാനിക് ഡിപ്ലോമ കഴിഞ്ഞതാണ്. ഇനിയിപ്പോ ഏതിനാണ് പോകാൻ നല്ലത്? ഇനി അതിനോടനുബന്ധിച്ച് ജോലി സാധ്യതയുള്ള വേറെ ഏതെങ്കിലും കോഴ്സ് എടുക്കാനുണ്ടോ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. കിട്ടുന്നില്ല മൈക്ക്. ഹലോ, ഈ മെക്കാനിക് ഡിപ്ലോമ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ തന്നെ ആ കുട്ടി ഒരു ജോലിക്ക് കേപ്പബിൾ ആയി എന്നാണ് എൻ്റെ അർത്ഥം. മെക്കാനിക് ഡിപ്ലോമ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ്. അത് കഴിഞ്ഞാൽ തന്നെ ഒരു ജോലിക്ക് കേപ്പബിൾ ആയി. പിന്നെ പൂനെ, അതുപോലെ തന്നെ ബോംബെ തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഇനിയൊരു ഉപരിപഠനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ +2 കഴിഞ്ഞിട്ടാണെങ്കിൽ നേരിട്ട് ബിടെക്കിന് പോകാവുന്നതാണ്. +2 കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലാറ്ററൽ എൻട്രിയിലൂടെ എഞ്ചിനീയറിംഗിന് പോകാവുന്നതാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് പഠിക്കാം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 2 വഴിയുണ്ട്. ഒന്നാമത്തത് നിങ്ങൾ പിന്നെ നേരിട്ട് അതിന്റെ ഒരു ഡിസ്റ്റന്റ് മോഡിൽ തന്നെ പല യൂണിവേഴ്സിറ്റികളും കൊടുക്കുന്നുണ്ട്. അതല്ലാതെ സാധാരണ രൂപത്തിൽ റെഗുലറായിട്ട് നിങ്ങൾക്ക് പഠിക്കുക എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ ലാറ്ററൽ എൻട്രിയിലൂടെ സ്പെഷ്യൽ എൻട്രൻസ് എഴുതിയിട്ട് നിങ്ങൾക്ക് കയറാവുന്നതാണ്. അത് ആവശ്യമാണെങ്കിൽ മാത്രം, അങ്ങനെ ഒരു കരിയർ അഡ്വാൻസ്മെന്റ് ആവശ്യമാണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ആള് ഓൾറെഡി ജോലിക്ക് കേപ്പബിൾ ആണ്. അസ്സലാമു അലൈക്കും. ഈ PGDCA കോഴ്സിനെ കുറിച്ച് ചോദിക്കാനാണ്, അതിന്റെ സാധ്യതകളെ കുറിച്ച് ചോദിക്കാനായിരുന്നു. ഹലോ, PGDCA എന്ന് പറയുന്നത്, ഈ PGD എന്നുള്ള സാധനം തുടങ്ങുന്നതിന് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഡിഗ്രി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ, എനി ഡിഗ്രി കഴിഞ്ഞാൽ ഏത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയും ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ പറയുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയും ചെയ്യാം. അതാണ് PGDC എന്ന് പറയുന്നത്. അത് സാധാരണ ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം കമ്പ്യൂട്ടറിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് അയാൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, അതേസമയം ഒരു സർട്ടിഫൈഡ് കോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന സാധനമാണ് PGDCA എന്നുള്ളത്. ചില ജോലികൾക്കൊക്കെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട്, അതല്ലെങ്കിൽ ഒരു എന്താ പറയാ, അധിക യോഗ്യതയായിട്ട് അത് കണക്കാക്കാറുണ്ട്. അപ്പോൾ കൂടുതൽ പ്രിഫറൻസ് അഥവാ കൂടുതൽ വെയിറ്റേജ് ഇതിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. അസ്സലാമു അലൈക്കും. ഈ BCom കഴിഞ്ഞ ഒരാൾക്ക് കൂടുതൽ നല്ലൊരു ജോലി സാധ്യതയുള്ള എന്ത് കോഴ്സാണ് ചെയ്യാൻ പറ്റിയത് എന്ന് പറഞ്ഞു തന്നാണ്. അസ്സലാമു അലൈക്കും. BCom കഴിഞ്ഞ ഒരാൾക്ക് ഏറ്റവും നല്ല ഡയറക്റ്റ് കോഴ്സ് എന്ന് പറയുന്നത് MCom ആണ്. കാരണം എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു നിശ്ചിത ഡിഗ്രി കഴിഞ്ഞാൽ അതേ ഡിഗ്രിയിൽ PG എടുക്കുക, അതേ സബ്ജക്റ്റിൽ PG എടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു കാര്യമാണ്. കാരണം പല രൂപത്തിലുള്ള അഡ്വാൻറ്റേജ് അതിലുണ്ടാവും. ഇനി അതോടൊപ്പം തന്നെയുള്ള ഒരു അഡീഷണൽ സംഭവമാണ് MBA എന്ന് പറയുന്നത്. MBA ആർക്കും ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ ഫിനാൻസിലൊക്കെ MBA ചെയ്യാൻ പറ്റും. BCom കഴിഞ്ഞ ഒരാൾക്ക് ഫിനാൻസിൽ MBA ചെയ്യാം, HR MBA ചെയ്യാം, മാർക്കറ്റിംഗിൽ MBA ചെയ്യാം. അപ്പൊ ഏതാണോ നമ്മുടെ താല്പര്യം അതിനനുസരിച്ച് MBAക്ക് പോകാവുന്നതാണ്. ഡയറക്റ്റ് PG എന്ന് പറയുന്നത് MCom ആണ്. അതേസമയം MBA ചെയ്യാൻ പറ്റും. മാത്രമല്ല BCom കഴിഞ്ഞാൽ സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ MA ഇംഗ്ലീഷ് ചെയ്യാം, ഒരുപാട് PGകൾ ചെയ്യാം. അത് ഏതാണോ നമ്മുടെ സൗകര്യം അതിനനുസരിച്ചിട്ട്, നമ്മുടെ താല്പര്യം അനുസരിച്ചിട്ട് ചെയ്യാൻ സാധിക്കും. ഏറ്റവും നല്ലത് BComൽ MBAയും MCom ആണ്. അതിൻ്റെ ഇടക്ക്
ജാമിയ സാഹിദിയിൽ എന്ത് കോഴ്സാണ് ഉള്ളത് എന്നുള്ളത് ആരോ ചോദിക്കുന്നുണ്ട്. ജാമിയ സാഹിദിയിലെ മുമ്പത്തെ വിദ്യാർത്ഥിയും അധ്യാപകൻ എന്നുള്ള നിലക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ജാമിയ സാഹിദിയില് ഇപ്പോ അവിടുത്തെ കോളേജില്, ആർട്സ് ആൻഡ് സയൻസ് കോളേജില് BCom, BBA, BSc കമ്പ്യൂട്ടർ സയൻസ്, BSc ബയോടെക്നോളജി, BSc മൈക്രോബയോളജി ഈ തുടങ്ങിയിട്ടുള്ള BA ഇംഗ്ലീഷ് തുടങ്ങിയ കോഴ്സുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഓക്കെ, നമുക്ക് നിർത്താനും തോന്നുന്നു. അതില് ബഹുമാനപ്പെട്ട ഒ ഖാലിദിന്റെ അനുസ്മര പരിപാടി നടക്കുന്നു എന്നറിയുന്നു. അൽഹംദുലില്ലാ, എന്റെ അധ്യാപകനും കൂടിയാണ് ബഹുമാനപ്പെട്ട ഒ ഖാലിദ് സാഹിബ്. സൗദിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷവും 1000 ഒ ഖാലിദുമാർ ഉയർന്നു വന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ ഈ ഒരു KMIC അടക്കമുള്ള സംവിധാനങ്ങൾ. അപ്പോ അദ്ദേഹത്തിന്റെ ഓർമ്മകളിലെ ഒ ഖാലിദ് എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ ഒരുപാട് ഒ ഖാലിദുമാരെ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു നിസ്വാർത്ഥമായിട്ടുള്ള സേവനത്തിന്റെ മാതൃക അദ്ദേഹം SSFന്റെ പ്രവർത്തനത്തിലൂടെ തന്റെ 28 വർഷത്തെ വളരെ ചെറിയ ജീവിതത്തിലൂടെ അദ്ദേഹം വലിയൊരു വിപ്ലവമാണ് ഇവിടെ സാധിച്ചത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ 1 മാസം കഴിഞ്ഞ ഉടനെ സലാലയിലേക്ക് പോയി തിരിച്ചു വരുന്ന 1 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ 2 പെട്ടിയാണ് ഉണ്ടായിരുന്നത്. ഒന്ന് അദ്ദേഹത്തിന്റെ ഡ്രസ്സിന്റെ പെട്ടിയും മറ്റൊന്ന് SSFന്റെ സംസ്ഥാന ഓഫീസിലേക്കുള്ള ഫാക്സ് മെഷീനുമായിരുന്നു. SSFന്റെ സംസ്ഥാന ഓഫീസിലേക്കുള്ള ഫാക്സ് മെഷീൻ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ബഹുമാനപ്പെട്ട ഖാലിദ് മാഷാണ്. അന്നത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന മജീദ് കക്കാടിനെ ആ മെഷീൻ ഏൽപ്പിച്ച്, ഞാൻ പുതിയാപ്പിളയായിട്ട് ഗൾഫിലേക്ക് പോയതാണ്, അതുകൊണ്ട് എൻ്റെ ഭാര്യയെ കണ്ട് തിരിച്ചു വരാം എന്ന് പറഞ്ഞ് യാത്ര പോയ ബഹുമാനപ്പെട്ട ഖാലിദ് മാഷ് നമ്മുടെ കൊയിലാണ്ടിക്കടുത്തുള്ള പൂക്കാട് വെച്ചിട്ടുള്ള ഒരു അപകടത്തിൽ നമ്മോട് വിട പറഞ്ഞതായിട്ടാണ് വിവരം കിട്ടുന്നത്. അതൊരു വലിയ ദുഃഖമായിരുന്നു. ഒരു വലിയ വിപ്ലവ പ്രസ്ഥാനത്തിന് മുമ്പേ നയിച്ച ഒരു വലിയ മഹാന്റെ വിയോഗമായിരുന്നു എന്നുള്ളത് നാം അറിയുന്നത് യഥാർത്ഥത്തിൽ ആ മരണത്തിന് ശേഷമാണ്. വലിയ പണ്ഡിത തറവാട്ടിലെ വലിയ വലിയ കാരണവന്മാരും വലിയ നേതാക്കളുമടക്കം അദ്ദേഹത്തെ അനുസ്മരിക്കാനും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് മാതൃകയാണെന്ന് ബഹുമാനപ്പെട്ട MA ഉസ്താദിനെ പോലെയുള്ള ആളുകൾ പറയുന്നിടത്തേക്ക് തന്റെ പ്രവർത്തനത്തിലൂടെ എത്തുവാനും സാധിച്ച ബഹുമാനപ്പെട്ട ഖാലിദ് മാഷ് അന്ന് സൗദിയയിൽ ഞങ്ങൾക്ക് നൽകിയ ജീവൻ വളരെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ കുടുംബത്തിലെ എല്ലാ ആളുകളും വഹാബി മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട ആളായിട്ട് പോലും സുന്നത്ത് ജമാഅത്തിന്റെ പാതയിൽ അടിയുറച്ചു നിന്ന് സൗദി ആർട്സ് കോളേജിന്റെ ആദ്യത്തെ പ്രിൻസിപ്പാൾ ബഹുമാനപ്പെട്ട ഹാറൂൺ മാഷ്, അദ്ദേഹവും ഖാലിദ് മാഷോടൊപ്പം ഉണ്ടായിരുന്നു. ഗൾഫിൽ അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയാഘാതം മൂലം ദുബായിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. അദ്ദേഹത്തെയും ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. അവരൊക്കെ നമുക്ക് നൽകിയ വെളിച്ചം അത് വഴിനീളെ ഇപ്പോഴും പ്രകാശിക്കുന്നു. അള്ളാഹു അവരുടെയൊക്കെ ബർസഖിയായ ജീവിതം സന്തോഷത്തിലാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ നിങ്ങളോടൊപ്പം ഓൺലൈനിൽ ചെലവഴിക്കാൻ പറ്റിയ ഈ സമയം അസുലഭ മുഹൂർത്തമാണ്. അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകട്ടെ. ബഹുമാനപ്പെട്ട ഡൂറാനി അതുപോലെ തന്നെ ഞാനും അല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ചു. ഇതൊരു തുടക്കമാണ്. നമ്മുടെ പൂർവികരായിട്ടുള്ള അധ്യാപകരും ഉസ്താദുമാരും നേതാക്കളും അവര് നമുക്ക് നൽകിയ വെളിച്ചം അത് പകർന്നു തരാൻ ഇങ്ങനെയൊരു സിസ്റ്റം അത് വളരെ അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് ഞാൻ അതുപോലെ തന്നെ നൂറാനിയൊക്കെ ഈ ഒരു സംവിധാനത്തിൽ വളരെ പുതിയ ആളാണ്. ഈ KMIC എന്നൊക്കെ പറയുന്നത് നമുക്കത്ര പരിചയമുള്ളൊരു ഏരിയ അല്ല. പ്രത്യേകിച്ച് ഞങ്ങളുടെ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും വല്ലാതെ ഇടപെടാറില്ല. നമ്മുടെ ജലീൽ മടവൂർ ഇതിനുള്ള സൗകര്യം ചെയ്തു തന്നു.
അങ്ങനെ നിങ്ങൾ ഒരുപാട് ആളുകൾ, വളരെ സന്തോഷമുണ്ട്. നേരിട്ട് കണ്ട് സംസാരിക്കുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് ആണുള്ളത്. അള്ളാഹു എല്ലാ കാര്യങ്ങളും സ്വീകരിക്കട്ടെ.